സലാസത്തുൻ മൂന്ന് കൂട്ടക്കാരുണ്ട്. യുത്തൗന അജറവും അവർക്ക് കൂലി കിട്ടും, മറത്തേനി ഡബിൾ രണ്ടാവർത്തി കിട്ടുന്നതാണ്. അങ്ങനത്തെ മൂന്ന് കൂട്ടരാണ്. റജുലുൻ മിൻ അഹ്ലിൽ കിതാബി, ഒന്ന് വേദക്കാരിൽ നിന്നുള്ള ആളാണ്, തൗറാത്തിൻ്റെ ഇഞ്ചിലിൻ്റെ ഒക്കെ ആള്. അയാൾക്ക് എങ്ങനെ ഡബിൾ കൂലി കിട്ടുക? ആമന ബി, പിന്നെ എന്നെ കൊണ്ട് വിശ്വസിച്ചു. റസൂലുള്ളാഹി പറയണത് മൂസാ നബിൻ്റെ ആൾ പിന്നെ എന്നെ കൊണ്ട് എന്താക്കി? അപ്പം അയാൾക്ക് എത്ര കൂലിയാ? ഒന്ന്. രണ്ടാമത്തേത് റജുലുൻ മംലൂക്കിന് ഒരു അടിമ. മംലൂക്കുകൾ എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ? അങ്ങനെ തന്നെയാണല്ലോ മംലൂക്കുകളുടെ ഭരണം എന്നൊക്കെ പറഞ്ഞാൽ അടിമകൾ. ആ അടിമ എന്താ ചെയ്തതെന്നറിയോ? ഇപ്പോൾ ആ വിഭാഗം ഇല്ല കേട്ടോ, ഇപ്പോൾ അടിമകളില്ല, ഉണ്ടാവും. ഖിയാമത്ത് നാളിന് മുമ്പ് തന്നെ മഹദി ഇമാമൊക്കെ ഒന്ന് ഈസാ നബിക്ക് വരുമ്പോൾ നല്ലോണം ഉണ്ടാവും. ഞാൻ എപ്പോഴും പറയലുണ്ട്, ചിലർക്ക് അതൊന്നും കേട്ടുവിടാ, അടിമ ഉണ്ടാവും എന്നൊക്കെ പറയണേ. ഇസ്ലാമിനെതിരെ വല്ലാതെ കുതിര കയറലുണ്ട്, അടിമകളെ പറ്റിയൊക്കെ പറയും. അതൊക്കെ ഉണ്ടാവും. ഈമുള്ളവർ വിശ്വസിക്കും, അല്ലാത്തവർക്ക് നിഷേധിക്കാനും കാരണമാവും. മംലൂക്കാണ് അദ്ദാ ഹക്കല്ലായി, അള്ളാൻ്റെ ഹക്കും വീട്ടി, ഇവ ഹക്ക മവാലി, യജമാനൻ്റെ അവകാശവും വീട്ടി കൊടുത്തു. അടിമക്ക് യജമാനനോടൊരു അവകാശമുണ്ട്, വലിയ അവകാശമാണ്. ആരാ യജമാനൻ? അവൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ ഒരു അടിമ അള്ളാഹിനോടുള്ളതും വീട്ടി യജമാനനോടുള്ളതും വീട്ടി അടിമക്ക് ഡബിൾ കൂലിയുണ്ട്. പിന്നൊരു കൂട്ടരാരാന്നറിയോ? റജുലുൻ, ഒരാൾ അദ്ദബ ജാരിയത്തോ, തൻ്റെ വെള്ളാട്ടി പെണ്ണിനെ നല്ല അദബ് പഠിപ്പിച്ചു, നല്ല ഈമാനിക സംസ്കാരവും ഇസ്ലാമൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഫാഷനെ തഹദീബാത് ഉഷാറാക്കി പഠിപ്പിച്ചിട്ട് സുമ്മ അയത്തക്ക, എന്നിട്ട് അവളെ ഇത്തുക്ക് ചൊല്ലി മോചിപ്പിച്ചു, അടിമത്തത്തിൽ നിന്ന് അവളെ മോചിപ്പിച്ചു. വതസവ്വജഹ, എന്നിട്ട് അവളെ കല്യാണം കഴിച്ചു. ആൾക്ക് എത്ര കൂലിയുണ്ട്? 2 കൂലി ഉണ്ട്. ഇപ്പം 3 കൂട്ടരെ മനസ്സിലായില്ലേ? ഞാൻ ഇബ്രാഹിനാജിനോട് ചോദിക്കട്ടെ, അപ്പോൾ ഒരാൾ അഹ്ലി കിതാബുകൾപ്പെട്ട ഒരാൾ എന്നെ കൊണ്ട് വിശ്വസിച്ചാൽ അയാൾക്ക് എത്ര കൂലിയാണ്? എന്താ നമുക്ക് എന്താ കിട്ടാത്ത? നമ്മൾ മൂസാമിനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ലേ, നമ്മൾ നബിനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ലേ? അപ്പോൾ നമുക്ക് 2 കൂലി കിട്ടണ്ടേ? അതിൻ്റെ വ്യത്യാസം വേണം നിങ്ങൾ പറഞ്ഞോളി. അവർ അഹ്ലി കിതാബുകൾ മൂസാ നബിനെ കൊണ്ട് വിശ്വസിച്ചപ്പോൾ നമ്മൾ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച പോലെ വിശ്വസിച്ച് തൗറാത്തൊക്കെ പഠിച്ച് അത് തഫ്സീലായിട്ട് വിശദമായിട്ടാണ് വിശ്വസിക്കുന്നത്. ഓരോ ഹുക്കുമുകളും പഠിച്ചതാണ്. നമ്മൾ അത് ഒരു ഇജ്മാലായിട്ട് മൊത്തത്തിൽ മൂസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ ഇറക്കി കൊടുത്താണ് എന്നുള്ളത് മാത്രമേ. അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നമ്മളിതിലൊക്കെ കൂറുള്ളൊരു അടിസ്ഥാന കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, പരലോക വിശ്വാസമാണ്. അവർക്ക് ഹജ്ജുണ്ടായിരുന്നു, നമ്മൾ ഹജ്ജിൻ്റെ മാർക്ക് ആയിക്കൊള്ളുന്നില്ല, ഓല നിസ്കാരം നമ്മളെ പോലെ ആയിക്കൊള്ളുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊതുവേ ഉള്ള മൊത്തത്തിലുള്ളൊരു വിശ്വാസമാണ് നമ്മൾ എന്താക്കുന്നത്. ഓലങ്ങനെയല്ല, ഓലത് വിശദമായിട്ട് വിശ്വസിച്ചു. പിന്നെ നമ്മൾ നബിനെ കൊണ്ടും അങ്ങനെ തന്നെ എന്താക്കി വിശ്വസിച്ചു. അല്ലല്ല, അവരെ പറ്റിയല്ല പറയണത്. പിന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്തുള്ള അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലത്തെ ആളെ പറയണത്. ഒരു ഉഷാറായിട്ട് വിശ്വസിക്കണം. റസൂൽ വരുന്നതിന് മുമ്പുള്ളവരെ പറ്റില്ല. റസൂലുള്ളാഹി വന്നാൽ പിന്നെ ഒരു തൗറാത്തും ഒന്നിനും പ്രസക്തിയില്ല. പിന്നെ ആരെ കൊണ്ട് വിശ്വസിക്കണം? റസൂലുള്ളാഹിനെ കൊണ്ട്. അവരെ പറ്റിയാണ് ഈ പറയുന്നത്. തഫ്സീൽ കേട്ടോളി, നോക്കി ഞാൻ വായിച്ചു തരാം. അതെന്തുകൊണ്ടെന്നാൽ അന്നഹും യുമിനൂന ബിമാബി ഐദിഹിം മുഫസ്സലൻ, അവരുടെ കയ്യിലുള്ള ഗ്രന്ഥം കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും മുഫസ്സലായിട്ട് തഫ്സീലായിട്ട് എന്നാ പറയാം, വിശദമായിട്ട് വിശ്വസിച്ചു. ഫൈദാ ദഖലൂ ഫിൽ ഇസ്ലാമി, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് അവർ ഇസ്ലാമിലേക്ക് കടക്കുമ്പോൾ വ ആമനൂ ബി, നബിതങ്ങളെ കൊണ്ട് ഇസ്ലാമിൽ കൊണ്ട് അവർ വിശ്വസിക്കുമ്പോൾ മുഫസ്സലൻ, നബിതങ്ങളെ കൊണ്ട് മുഫസ്സലായിട്ട് വിശ്വസിക്കുമ്പോൾ കാന ലഹും അലാ ദാലിക അൽ അജ്റു മറത്തൈനി, അപ്പോൾ അവർക്ക് 2 ആവർത്തി കൂലി കിട്ടും. കാരണം രണ്ടും മുഫസ്സലായിട്ട് എന്താക്കി, മുഫസ്സൽ എന്നാ പറയുക അറബിയിൽ, വിശദമായി. പൊതുവെ അവ്യക്തമായിട്ട് വിശദമായിട്ടല്ലാതുള്ളതിന് ഇജ്മാലു എന്നും പറയും, ബിൽ ജുംല എന്നൊക്കെ പറയും അറബിയിൽ. അതേ സ്ഥാനത്ത് നമ്മളെ കഥ എന്താണെന്നറിയോ? അമ്മ കയറോ, നമ്മളെ സംബന്ധിച്ചുള്ള നിലപാട് ഇത് കേട്ടോളി. ഭയമോ നമ്മൾ എങ്ങനെയാണ് മുൻ വേദങ്ങളിൽ വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതൊരു പോയിൻ്റാണല്ലോ, കാരണം ഇത് 5ാമത്തെ ഗുണമാണ്. നമുക്ക് അവതരിപ്പിക്കപ്പെട്ടത് മാത്രം വിശ്വസിച്ചാൽ പോരാ, ഏതും വിശ്വസിക്കണം. അതെങ്ങനെ? അമ്മ കയറോം, ആ വേദക്കാരല്ലാത്ത ആളുകൾ ഈമാനു ബിമാ തഖദ്ദമ മുജ്മലൻ, മുൻ വേദങ്ങളിൽ അവർക്ക് ഇജ്മാലിയായ വിശ്വാസമാണ് ഉണ്ടാവുക, അവ്യക്തമായിട്ടുള്ളത്. കമാ ജാഅ ഫി സ്വഹീഹ്, അത് സ്വഹീഹായ ഹദീസിൽ ഇങ്ങനെ വന്നതുപോലെ. നിലപാട് കേട്ടോളി, നമ്മളെ നിലപാട് മുൻ വേദങ്ങളെ സംബന്ധിച്ചുള്ള നിലപാട് സ്വഹീഹായ ഹദീസിൽ വന്നത് ഇങ്ങനെയാണ്. ഇദാ ഹദ്ദസകും അഹ്ലുൽ കിതാബി, അഹ്ലി കിതാബുകൾ വന്നാണ്ട് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ, കച്ചവടത്തിൻ്റെയും കല്യാണത്തിൻ്റെയും കാര്യമല്ല, ഓരോ വേദങ്ങളിൽ ഇങ്ങനെ ഉണ്ട്, മൂസാ നബി ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഈസാ നബി അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ
എന്താ നമ്മൾ വേണ്ടത്? വലാ തുക്കദ്ദിബൂഹും, കളവാക്കരുത് നിങ്ങൾ. വലാ തുസദ്ദിഖും, വാസ്തവമാക്കും ചെയ്യരുത്. പിന്നെയോ വലാകിൻ ഖൂലു, നിങ്ങൾ ഇങ്ങനെ പറയണം, ആമന്നാ ബില്ലദീ ഉൻസില ഇലൈനാ ഉൻസില ഇലൈക്കും, ഞങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ നിലപാടെടുക്കേണ്ടത്. വാസ്തവമാക്കാനും പാടില്ല, കളവാക്കാനും പാടില്ല. ഇതേത് നമുക്ക് അവതീർണമായതിനോട് വിയോജിക്കാത്തതും വിരോധമാകാതെയും വന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതിന് ഘടകവിരുദ്ധമായതാണ് ഇവർ പറഞ്ഞെങ്കിലോ, അപ്പോൾ നമ്മൾ കളവാക്കാത്തക്കണം. അതാണ് പോയി ഈസാ നബിക്ക് ദിവ്യത്വം ഉണ്ടെന്ന് പറഞ്ഞു, അള്ളാൻ്റെ മോനാണെന്ന് പറഞ്ഞു. അത് ഖുർആനിൽ നേരെ എതിരല്ലേ? അവിടെ നമ്മൾ കളവാക്കാൻ നമ്മൾ മുസ്ലിം ആവില്ല, നമ്മൾ ഖുർആനിൽ തന്നെ വിശ്വസിച്ചവരാവില്ല. ഈ പറഞ്ഞത് നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളോട് വിരുദ്ധമാകാത്ത രീതിയിൽ അവർ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ വാസ്തവമാക്കും വേണ്ട, കളവാക്കുകയും ഇങ്ങനെ പറയാം, ഞങ്ങൾക്ക് അവതരിച്ച് കിട്ടിയതിലും നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയാം. അതാണ് നല്ല മുത്തക്കീങ്ങൾ, പരിശുദ്ധ ഖുർആൻ വെളിച്ചമാകുന്ന മുത്തക്കീങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്. അവർക്കുള്ള അഞ്ചാമത്തെ ഗുണം വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, നിങ്ങളിലേക്ക് അവതരിക്കപ്പെട്ടതിലും അവർ വിശ്വസിക്കും. വമാ ഉൻസില മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും അവർ വിശ്വസിക്കുമെന്ന് പറഞ്ഞൊരു നിലപാട്. കേട്ടോ നോക്കി, ഇനി പറയണത് വളരെ ശ്രദ്ധിച്ചോളി. ഇപ്പം നിങ്ങളൊക്കെ പലരും മനസ്സിലൊരു സംശയം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിന് മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അയ്യാ മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു ആ സംശയം എന്നുള്ളത്. വലാക്കിൻ കത് യക്കൂനു ഈമാനു കസീമിനൽ അറബി, എന്നാലും അഹ്ലു കിതാബികളല്ലാത്ത ചില ആളുകളുടെ ഈമാൻ ആകും. ബിൽ ഇസ്ലാമില്ലദീ ബുഇസ ബിഹി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഏതൊരു സന്ദേശവുമായി നിയോഗിച്ചുവോ ആ ഇസ്ലാം കൊണ്ട് വിശ്വസിച്ചിട്ടുള്ള ഈമാനാകും. അതമ്മവ അക്മലവ അഅമ്മ, അത് ഏറ്റവും സമ്പൂർണമാകും. വ അശ്മല, ഏറ്റവും പരിപൂർണമാകും. മിൻ ഈമാനി മൻ ദഖല മിന്നും ഫിൽ ഇസ്ലാമി, അവരുടെ കൂട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നവരുടെ ഈമാനിനേക്കാൾ, വേദക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നവരുടെ ഈമാനിനേക്കാളും, വേദക്കാരല്ലാത്ത സാധാരണ അറബികളുണ്ടല്ലോ അന്നത്തെ, അവരുടെ ഈമാൻ നമ്മളൊക്കെ ഈമാൻ പക്ഷേ അവരെക്കാളും മികച്ച് നിൽക്കും. ഫഹും, അപ്പോൾ ഈ കൂട്ടക്കാർ ആര്? വേദക്കാർ. ആ രണ്ടരട്ടി കിട്ടണമല്ലോ. വൈൻ ഹസല ലഹും മജറാനി, ഓർക്ക് രണ്ട് കൂലി ഉണ്ടെങ്കിലും മിൻ തിൽക്കൽ ഐസ്യത്തി, ആ കെയർ കൂടെ കൂടെ രണ്ടാളിൽ വിശ്വസിച്ചു എന്ന, രണ്ടിലും വിശ്വസിച്ചു എന്ന കെയർ കൂടെ അവർക്ക് രണ്ട് കൂലി ഉണ്ടെങ്കിലും ഫൈറോഹും, അവരല്ലാത്ത ചില ആളുകൾ യസുലലോഹോ, അവർക്ക് ഉണ്ടാകും മിന തസ്തീഖ്, തസ്തീഖിനാൽ, തസ്തീഖിച്ച റസൂലുള്ളാഹിനെ കൊണ്ട് വാസ്തവമാക്കുക എന്നുള്ള ആ ഒരു സ്വഭാവം. മാ യുനീഫു സവാബുഹു അലൽ അജ്റൈനില്ലദീനി അസ്ലലഹും, അവർക്ക് കിട്ടുന്ന രണ്ട് കൂലിയേക്കാളും കവർ ചെയ്യാൻ പറ്റിയ നിലക്കുള്ള ഒരൊറ്റ കൂലി, അത് രണ്ടെണ്ണം ഉണ്ടാവും. അത് എണ്ണം രണ്ടെണ്ണം ഉണ്ടാവും, ഇതിൻ്റെ വണ്ണം അതിനേക്കാളുണ്ടാവും. ചിലതൊക്കെ അങ്ങനെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ തോന്നില്ല, അതിൽ കിട്ടിയവർക്ക് രണ്ട് കൂലി ഉണ്ടാവും, നമുക്ക് ഒരു കൂലിയുള്ളൂ, നമ്മൾ അതിനെക്കാട്ടും മോശക്കാരായോ നിങ്ങൾക്ക് തോന്നില്ലേ? തോന്നില്ലെങ്കിൽ അത് നിങ്ങൾ തകരാറാണ്. അങ്ങനെ ഇഷ്കലുണ്ടല്ലേ കരിമാജി? ഉണ്ടാവണമല്ലോ. നമുക്കിപ്പോൾ ഒരു കൂലിയുള്ളൂ, ഓൽക്കൊക്കെ രണ്ട് കൂലിയായോ എന്നുള്ള അല്ലേ നമ്മട്ടേജി? നമ്മൾ ആ ഒരു കൂലി ഓല ആ രണ്ട് കൂലിൻ്റെ മേലെയാണ്. ആണെന്നല്ല, അവൻ പറ്റും. നമ്മളതൊന്നും ആയിട്ടില്ല എന്ന് ഉറപ്പല്ലേ? സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അങ്ങനെയാണ്, ഉമർ ഫാറൂഖിൻ്റെത് അങ്ങനെയാണ്, അബ്ദുല്ലാഹി ഇബ്നു സലാമിൻ്റെ ഒക്കെ മേലല്ലേ? അബ്ദുല്ലാഹി ഇബ്നു സലാം ആരാണ്? തൗറാത്തിൻ്റെ വലിയ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഒരു സ്വർഗാവകാശിയാണെന്നാണ്. അദ്ദേഹം കണ്ട ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം തങ്ങൾ വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ്: മരണം വരെ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കും, നല്ല ഈമാൻ കിട്ടി മാത്രമേ മരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു സ്വപ്നം അദ്ദേഹം കണ്ടു. റസൂലുള്ളാഹിൻ്റെ അടുത്ത് പറഞ്ഞു, തങ്ങൾ കൊടുത്ത വ്യാഖ്യാനം അതാണ്. ആ അടിസ്ഥാനത്തിൽ സ്വഹാബികളൊക്കെ അദ്ദേഹത്തെ സ്വർഗാവകാശി എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹം അങ്ങനെ പോവുകയാണെങ്കിൽ ആ സ്വർഗാവകാശിയത പോകണമെന്ന് പരീക്ഷിച്ചിട്ടല്ല പറയുമായിരുന്നു. ഇത്രയും വലിയ മഹാനായിരുന്നു അദ്ദേഹം. നമ്മളൊക്കെ എത്ര മേലെയാണ്? നമ്മളൊക്കെ മേലാകും സഹാബിയായ തന്നെ മതി, സ്വഹാബി ആയാൽ തന്നെ മതി. പിന്നുള്ള എല്ലാ ലോകത്തിൻ്റെ മേലെയാണ്. സ്വഹാബി എന്നുള്ള പദവി അന്നും വെറുതെ കിട്ടണമല്ല തങ്ങളെ. അതൊക്കെ അതിന് പറ്റുമല്ലോ എന്ന് അള്ളാഹു തആലക്ക് മനസ്സിലായിട്ട് അന്ന് ഓലെ അള്ളാഹു തആല അന്ന് റസൂലുള്ളാഹിൻ്റെ സഹവാസത്തിനും ശിഷ്യത്വത്തിനും ഒക്കെ തിരഞ്ഞെടുത്ത ആളുകളാണ്. ഇതൊന്നും യാദൃശികമല്ല.
നമ്മുടെ ഇച്ഛകളും ഹിതങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അള്ളാൻ്റെ ചില ഹിതങ്ങളാണ് ഈ നടപ്പാക്കുക. അതൊന്നും അന്ധമായിട്ടല്ല, യാദൃശികമല്ല. ഞാൻ എപ്പോഴും പറയുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്നുണ്ടാവണം എന്ന് അള്ളാൻ്റെ തീരുമാനമാണ്. നമ്മളൊന്നും ഇതിന് പറ്റില്ല എന്നുള്ളത് അള്ളാഹ്ക്ക് നമുക്കൊക്കെ എന്താണല്ലേ ഈ കാലഘട്ടത്തിൽ ഈ ആരിഫ് ഹുസൈൻ്റെയും ജാമിദാട്ടി എന്നാലും അൽഹംദുലില്ലാ നമ്മൾ അള്ളാഹു തആല അല്ലേ മുസ്ലിങ്ങളാക്കിയില്ലേ. റസൂലുള്ളാഹിൻ്റെ മൂത്താപ്പാക്ക് അള്ളാഹ് കൊടുത്തില്ലല്ലോ. മൂത്താപ്പാൻ്റെ പേരെത്താ? അബൂ താലിബ്. റസൂലുള്ളാഹി നമ്മളെക്കാട്ടിലൊക്കെ ആഗ്രഹിച്ച അബൂ താലിബ് മുസ്ലിമാണെന്നായിരുന്നു. ആയില്ല. ആ അബൂ താലിബിന് കൊടുക്കാത്തതും അള്ളാഹ് നമുക്ക് തന്നില്ലേ, അതിന് നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാം. അബൂബക്കർ സിദ്ദീഖിലാക്കിയില്ലല്ലോ എന്നാണ് നിരാശപ്പെടുന്നതും വേണ്ട, എന്നാൽ നമ്മൾ ചിന്തിക്കുക വേണം. അപ്പോൾ മനസ്സിലായ സംഗതി ഇങ്ങനെയാണ്. നമ്മുടെ പ്രമാണങ്ങളോട് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞാൽ അംഗീകരിക്കരുത്. നമ്മുടെ പ്രമാണങ്ങളോട് അനുയോജ്യമായിട്ടുള്ളത് പറഞ്ഞാൽ വിശ്വസിക്കുകയും ചെയ്യാം. അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെന്ത് നിലപാടെടുക്കണം? ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിങ്ങൾക്ക് അവതരിക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരാണ് നാം എന്നുള്ള ഒരു സമീപനമാണ് അഹ്ലു കിതാബികളോട് നമ്മൾ സ്വീകരിക്കുക. പിന്നെ ഖുർആനിലുള്ള നിർദ്ദേശം എന്താ അറിയോ? സൂറത്ത് അങ്കബൂത്തിലെ 46-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്: വലാ തുജാദിലു അഹ്ലുൽ കിതാബി, വേദക്കാരോട് നിങ്ങൾ തർക്കിക്കാൻ പോകരുത്, ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടൊന്നും, ഇല്ലാ ബില്ലത്തിയ അഹ്സൻ, ഏറ്റവും ഉത്കൃഷ്ടമായ ഹിക്മത്തോടു കൂടെ അല്ലാതെ, ഇല്ലല്ലദീന ലലമൂ മിന്നും, അവരിൽ നിന്നുള്ള ലോലിമീങ്ങളുണ്ടോ, നെതന്യാഹുവിൻ്റെ ഒക്കെ മാർക്കുള്ള ആളുകൾ, ട്രംപ് പോലത്തെ ടീമൊക്കെ ഉണ്ടല്ലോ, ഓലോട് പോത്തിനോടെന്ത് വേദ അതെന്ന് ചോദിച്ചമാർക്കാണ് ഓലോട് ഇപ്പോൾ ഇറാൻ ചെയ്യണ സമീപം തന്നെയാണ് ചെയ്യുന്നത്. ഓ കൂലു, അവരോട് നിങ്ങൾ ഇങ്ങനെ പറയണം: ആമന്ന ബില്ലദീ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും, ഞങ്ങളിലേക്ക് അവതരിക്കപ്പെട്ടതിലും നിങ്ങളിലേക്ക് അവതരിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് നിങ്ങൾ അവരോട് പറയേണ്ടത്. കണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ഖുർആനിലും പറയുന്നു. ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്, ഒക്കെ പറയണ്ടല്ലോ, തീർത്ത് പറയണ്ടല്ലോ. അവരിൽ നിന്നുള്ള അക്രമികളോടൊഴികെ അവരോട് ഇങ്ങനെ പറയണ്ടേ? അക്രമികൾ, ളാലിമീങ്ങൾ. ഓ ഇലാഹുന വ ഇലാഹുക്കും വാഹിദ്. ഐ, എത്ര സുന്ദരമായ ആദർശമാണ്. നമ്മൾ ആദർശങ്ങൾ വല്ലപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഇലാഹും ഞങ്ങൾ ഇലാഹും ഒന്നാണ്. നിങ്ങളും അല്ലാഹനെ ആരാധിക്കുന്നവരാണ്, ഞങ്ങളും അല്ലാഹനെയാണ്. ഒരായത്തിൽ ഇങ്ങനെ ഉണ്ട്: തആലോ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും അല്ലാ നഅ്ബുദു ഇല്ലല്ലാഹ്. അഹ്ലു കിതാബികളെ, നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ വളരെ സമമായിട്ടുള്ള ഒരു വാക്യത്തിലേക്കാണ് നിങ്ങളൊന്ന് വരി, അതിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കണം. അതെന്താ? അള്ളാഹനെ മാത്രമേ നമ്മൾ ആരാധിക്കുള്ളൂ എന്നുള്ളത്. നിങ്ങളും ഓക്കെ അല്ലേ, ഞങ്ങളും ഓക്കെ ആണല്ലോ. നമ്മുടെ ഈ വിശ്വാസവും ആദർശവും എത്ര കണ്ടീഷനാണ്, എത്ര ഗംഭീരമാണ്. നിങ്ങൾ എത്ര സുന്ദരമാണെന്ന് ആലോചിച്ച് നോക്കി. എല്ലാവരും നമ്മളെ സഹോദരന്മാരാണ്. ഓ ഇലാഹു, ഇങ്ങോട്ട് എന്താ അത് സുന്ദരമാണല്ലേ, ഒക്കെ നമ്മളെ സഹോദരന്മാരാന്നുള്ള വലിയ വിശാലമായൊരു വിശ്വാസമല്ലേ നമ്മുടെ വിശ്വാസങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. മൂസാ നബി അലൈഹിസ്സലാം നമ്മളെ സംബന്ധിച്ച് അങ്ങനെയാണ്. വേറെ ഒരായത്തും കൊടുത്തിട്ടുണ്ട് മുഅ്മിനീങ്ങൾ, അതിങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ആമിനു നിങ്ങൾ വിശ്വസിക്കണം, ബില്ലാഹി അല്ലാഹുവിൽ, റസൂലി അല്ലാഹുവിൻ്റെ റസൂലിൽ, വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലി, തൻ്റെ റസൂലിനെ അല്ലാഹ് അവതരിപ്പിച്ച കിതാബിലും, വൽ കിതാബില്ലദീ ഉൻസില മിൻ ഖബൽ, ആ റസൂലിന് അവതരിപ്പിക്കപ്പെട്ട കിതാബിന് മുമ്പ് അല്ലാഹു തആല അവതരിപ്പിച്ച കിതാബിലും നിങ്ങൾ വിശ്വസിക്കണം. എന്താണ് നിങ്ങൾ? അതാണ് നമ്മൾ. ഇതേതാ ആയത്തറിയോ? ഈ ആയത്ത് സൂറത്ത് നിസായിലെ 136-ാമത്തെ ആയത്താണ്. ഇതൊക്കെ ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഇബ്രാഹിനാജി. വലൈക്കും സലാം. ഞാൻ എല്ലാവരൊക്കെ ഗംഭീരമായിട്ടുള്ളൊരു ആയത്തും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങോട്ട് ആ വിഷയം നമുക്ക് നിർത്താം, അടുത്ത വിഷയത്തിലേക്ക് പോകാം. അതെന്താണെന്നറിയോ? ആമന റസൂൽ. എല്ലാവരും എന്നും ഓതണം. അൽബക്ര സൂറത്തിൽ നമുക്ക് വിഷയമായിട്ട് വരാനും പോകുന്നുണ്ട്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബി വ റുസുലി ലാ നുഫർറിഖു ബൈന അഹദിൻ മിർ റുസുലി. എന്താണ് മുഅ്മിനീങ്ങളുടെ ആദർശത്തിൻ്റെ മഹിമ നോക്കിക്കോളൂ. ആമന റസൂലു, റസൂൽ വിശ്വസിച്ചു. റസൂൽ ബിമാ ഉൻസില ഇലൈഹി, റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്, മിർ റബ്ബി തൻ്റെ രക്ഷിതാവിൽ നിന്ന്, വൽ മുഅ്മിനൂന സത്യവിശ്വാസികൾ, കുല്ലുൻ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു ആ റസൂലിനെ അവതരിപ്പിക്കപ്പെട്ടത്. എല്ലാവരും കുല്ലുൻ ആമന ബില്ലാഹി, അള്ളാഹുൽ വിശ്വസിച്ചു, മലായികത്തി അള്ളാഹിൻ്റെ മലക്കളെ കൊണ്ട് വിശ്വസിച്ചു, കുത്തുബിഹി അള്ളാഹിൻ്റെ കുത്തുബ് കൊണ്ട് എന്നാണ്. കിതാബ് എന്നല്ല കരിയമാജി, കുത്തുബ് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. കിതാബ് എന്നല്ല, കിതാബ് ഏകവചനമാണ്, കുത്തുബ് ബഹുവചനമാണ്. കിതാബുകൾ വിശ്വസിച്ചു. ഖുർആന്, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, 100 ഏടുകൾ, ഇതൊക്കെ അല്ലാഹു തആല ഇറക്കിയ കിതാബുകളാണ്. മുഅ്മിനീങ്ങൾ അതാണ്. നിങ്ങൾ ഈ ആമന റസൂൽ എന്നും രാത്രി ഓതിയാൽ
രണ്ടായത്താണ് അത് ആമിന റസൂൽ സൂറത്തുൽ ബഖറയുടെ അവസാനത്തിൽ. ആ രണ്ടായത്ത് ഒരു രാത്രി ഒരാൾ ഓതിയാൽ കഫത്ത ഓനുവിനും ബോറത്തും വേണ്ട, അതന്നെ മതി എന്നാണ്. അത്ര ഫളീലത്തുള്ള ഒന്നിനും പറഞ്ഞുതരാം. ഇവർക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ജിബരീൽ അലൈഹിസ്സലാം അങ്ങനെ നിൽക്കട്ടോ. ഒക്കെ പണ്ട് പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടി കേട്ടോളൂ, ഇപ്പോൾ കുറേ ആൾ കേൾക്കുന്നുണ്ട്. മുകളിൽ നിന്നൊരു വാതിൽ തുറക്കണ ശബ്ദം കേട്ടു. അപ്പോൾ ആരവിടെ ഉണ്ട്? ജിബരീൽ അലൈഹിസ്സലാം ഉണ്ട്. ജിബരീൽ അലൈഹിസ്സലാം അവിടെ ഉണ്ട് റസൂലുള്ളാഹിൻ്റെ അടുത്ത്. അപ്പോഴാണ് ഈ വാതിൽ തുറക്കണ ശബ്ദം കേൾക്കുന്നത് മുകളിൽ നിന്ന്. ജിബരീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദോ ജിബ്രായിൽ, തങ്ങളും റസൂലുള്ളാഹി ഇങ്ങനെ ഇരിക്കുക. ഇത് സമയം നക്കീലൻ. അപ്പോൾ ജിബരീൽ ഒരു നക്കീലിനെ കേട്ടു. നക്കീൽ പറഞ്ഞാൽ വാതിൽ തുറക്കണ ശബ്ദത്തിനാ പറയാം മുകളിൽ നിന്ന്. ഫറഫ ജിബരീൽ അലൈഹിസ്സലാം ബസറു ഇല സമ്മ. അപ്പോൾ ജിബരീൽ മുകളിലേക്ക് നോക്കി, ആകാശത്തേക്ക് നോക്കി. ഫഖാല, എന്നിട്ട് പറയാണ് ഹാദാ ബാബുൻ, ഇതൊരു ബാബാണ്, ഒരു കവാടമാണ്. കത് ഫുത്തിഹ മിന സമ്മായി, അത് ആകാശത്തുനിന്ന് തുറക്കപ്പെട്ടതാണ്. മാ ഫുത്തിയ കത്തു, ഇതിന് മുമ്പ് തുറന്നിട്ട് തന്നെയല്ല, ആദ്യമായിട്ട് തുറക്കുകയാണ്. അപ്പോൾ കാല ജിബരീൽ പറഞ്ഞു നസല മിന്നു മലക്കുൻ, ആ കവാടത്തിലൂടെ ഒരു മലക്കിറങ്ങി വന്നു. ഒരു മലക്കിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ആ മലക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ഫഖാല, ആ മലക്ക് പറയണം അബ്ശിർ ബി നൂറൈനി, 2 നൂറ് കൊണ്ട് അങ്ങ് സന്തോഷിച്ചോളി നബി. 2 നൂറ് കത് ഊത്തീതഹുമ, ആ 2 നൂറും അങ്ങേക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ലം യൂതഹുമാ നബിയും ഖബലക, തങ്ങൾക്ക് മുമ്പ് ഒരു നബിക്കും അത് നൽകപ്പെട്ടിട്ടില്ല. അങ്ങനത്തെ എത്ര നൂറ്? കോയമോ ഏതാണ്? കോയമോ പറഞ്ഞോട്ടെ, ഞാൻ ഇപ്പോൾ ഒത്തിരി മറിച്ച് നോക്കിയത് വെറുതെ ആണോ അല്ലേ ഞാൻ നോക്കട്ടെ. വെറുതെ എന്തായാലും അല്ല, എന്നാലും കൂടിയിട്ട് ഒന്ന് ചോദിക്കും. അതാണ് കുഞ്ഞാജി പറഞ്ഞു. ആയിക്കോട്ടെ, ഏതായാലും കോയമോ കിട്ടിയില്ലല്ലോ. ഫാത്തിഹത്തുൽ കിതാബി, ഒന്ന് ഫാത്തിഹ സൂറത്താണ്. ഹവാത്തിമു സൂറത്തിൽ ബക്കറ, അൽ ബക്കറ സൂറിൻ്റെ ഹവാത്തിം ആമിന റസൂൽ. എന്നിട്ട് പറഞ്ഞു ലൻ തക്ര ഹർഫം മിന്നുമ, അത് 2-ൽ നിന്ന് ഒരു അറഫ് പോലും നിങ്ങൾ ഓതൂല. ഇല്ലാ കത് ഊതി തൊങ്ങ് കിട്ടിയിട്ടല്ലാതെ. 2-ലും ദുആ അല്ലേ? ആമിന റസൂലുള്ള ദുആ ഫൻസുർനാ അൽ ഖൗമിൽ കാഫിരീൻ എന്നാണ് അവസാനം. കാഫിരീങ്ങൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണമേ. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തനാ വലാ തഹമ്മിൽ അലൈനാ ഇസ്റൻ കമാ അമൽതു അലൽ ലദീന മിൻ ഖബ്ലിനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി വഗ്ഫിർ ലനാ വർഹംനാ അന്ത മൗലാനാ ഫൻസുർനാ. ഗംഭീരമായ ദുആണ്. ബുദ്ധിയുള്ള ആരെങ്കിലും അത് ഓതാതിരിക്കുമോ? എക്കാലത്തേക്കും ആവശ്യമാണത്. കാഫിര്യങ്ങൾക്കെതിരെ സഹായിക്കണേന്ന്. ഒരു നെതന്യാഹും പൊന്തൂല, ഒരു ട്രംപിനും. പിന്നെ ഉദ്ദേശന്മാർക്ക് ആരെങ്കിലുമൊക്കെ നല്ലോണം ഓതലുണ്ടെന്നാണ് തോന്നുന്നത്. അതാണ് അവർ ട്രംപൊന്നും കരുതിയവർക്കല്ല. നമ്മൾ കുനൂത്ത് ഓതിയനൊക്കെ കാര്യം കിട്ടിയെന്നാണ് മനസ്സിലാണ് അല്ലേ? ചുരുക്കി പറയുകയാണെങ്കിൽ കുടുങ്ങിയ മൂപ്പരൊക്കെ നിർത്തി പോയിട്ട് കുടുങ്ങി. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആമിന റസൂൽ ഓതിക്കോളി രാത്രി. ആമിന റസൂൽ പറയണ തുടങ്ങണത് എങ്ങനെയാണ്? ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതി വ കുതുബി വ റസൂലി. മുഅ്മിനീങ്ങളെല്ലാവരും അള്ളാഹുവിൽ വിശ്വസിക്കണം, കിതാബിൽ വിശ്വസിക്കണം. എല്ലാ കിതാബിൽ വിശ്വസിച്ചവരാ, കുത്തുബിൽ എന്താക്കണം? നമ്മളെ കിതാബാണ്. എത്രാമത്തെ ഗുണം? 6 ഗുണങ്ങളിൽ 5ാമത്തെ ഗുണം, നല്ല മുത്തഖീങ്ങൾ പരിശുദ്ധ ഖുർആൻ ഒരു വെളിച്ചമായി ഉപകാരപ്പെടുന്ന ആളുകൾക്കുള്ള 5ാമത്തെ ഗുണം എന്താണ്? അവർ യുഅ്മിനൂന വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, തങ്ങളിലേക്ക് അവതരിക്കപ്പെട്ടതിലും വിശ്വസിക്കും. വമാ ഉൻസില മിൻ ഖബ്ലിക, തങ്ങൾക്ക് മുമ്പ് അവതരിക്കപ്പെട്ടതിലും വിശ്വസിക്കും. 6ാമത്തെ ഗുണം വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കും. യാതൊരു സംശയവുമില്ലാത്ത സ്വർഗ നരകങ്ങളൊക്കെ കണ്ടമാർക്കുള്ള വിശ്വാസം, യക്കീനാണ്. ഇന്നലെ ഒരാൾ ചോദ്യം ചോദിച്ചു തീരും മൊബൈലിൽ. ഇപ്പോൾ ചോദ്യം ചോദിക്കാനൊക്കെ കുറേ ആളെ നമ്മളറിയില്ല കേട്ടോ. നമ്മളിങ്ങോട്ട് അറിയണ കുറേ ആൾക്കാർ, നമ്മളങ്ങോട്ട് അറിയണമെന്നില്ല. പല ചോദ്യങ്ങളും വരുന്നുണ്ട്. ഇത് നല്ല ഒരു ഉദാഹരണയോഗ്യമായൊരു ചോദ്യമാണ്. ഈ വർഷത്തെ ഹജ്ജിന് അയാളും ഭാര്യ ചെറുപ്പക്കാരനാട്ടോ ഹജ്ജിന് പോവാണ്. പണ്ട് LP സ്കൂളിൽ പഠിക്കണമെന്ന് മുട്ടായി അടുത്ത പീടികയിൽ നിന്ന് കട്ട് നിന്നാണ്. LP സ്കൂളിൽ പഠിക്കണമെന്ന് മനസ്സിലായോ? അപ്പോൾ കുറച്ച് പൈസ അയാളെ പേരിലുണ്ട് അയക്കാനാണ് പരിപാടി. ഇത് പറയാതെ, ഏത് നിങ്ങൾ മുട്ടായി വണ്ടി LP സ്കൂളിൽ പഠിക്കണമെന്ന് എടുത്തുകയെന്ന് പറയാതെ അയാൾക്ക് കുറച്ച് പൈസ അയച്ചു കൊടുത്താൽ മതിയോ? അതോ പറയണോ? മുട്ടായി എടുത്ത് പറയണോ? പറയാൻ ഒരു മടിയുണ്ട്, ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. നല്ല ഇമ്മാണ്ട് അയാൾക്കില്ലേ? ഹജ്ജ് എന്താ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇതാണ് ഹജ്ജ്. ഹജ്ജ് ചെയ്യാൻ നോക്കുമ്പോഴാണ് മൂപ്പർക്ക് ഈ ചിന്തയൊക്കെ ഉണ്ടായത്. ഇതാണ് ഹജ്ജ്. അല്ലാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പൊരുത്തപ്പെട്ട ആളിട്ടോ എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. ഒരുപാട് പറഞ്ഞോളോടായി പറയാം. ഞാൻ എന്തേലും അപ്പോഴും പറഞ്ഞിടുന്നത് സമ്മതിക്കണില്ല. പറഞ്ഞിടുന്നുള്ള ഉറപ്പാണ്. ഇന്നലെ ഞാനോട് ചോറ് വെച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ പറയുന്നുണ്ട്, ഞാനേ ഇതുവരെ പറഞ്ഞത് ഇനി വന്നിട്ട് പറയുള്ളതും കൂടി പൊരുത്തപ്പെടിച്ചു.
ഞങ്ങളൊരു ഹജ്ജ് യാത്ര ആയപ്പോൾ സ്വീകരണമൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു ഭക്ഷണമൊക്കെ, അതിന് പങ്കെടുത്തപ്പോൾ ഒരു രസിക്കണ്ടോന്ന് പറയണേ. ഇതൊരു രസമാണ് ആളുകൾക്ക്. ഇപ്പോൾ ഈ വാഴ പറഞ്ഞവർക്ക് തന്നെ അതൊരു രസമാണ്. ഞാനേ ഇതുവരെ ഉള്ളതും വരുത്തപ്പെടാൻ പറയണം, ഇനി വന്നിട്ടുണ്ടാകാൻ പോണതും പോണാളല്ല മറ്റേ പോണ ആളോട് മറ്റവൻ പറയണമല്ലോ. ഞാനൊന്നും ഇങ്ങനെ കേട്ടു, ആരാന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു രസമാണ് ആളുകൾക്ക് ഇതൊക്കെ. ഈ കുട്ടി വളരെ ആത്മാർത്ഥമായിട്ടാണ് ചോദ്യം. ചെറുപ്പക്കാരനാണ്, ഞാനും വൈഫും ഇങ്ങനെ പോവാണ്. എന്താ നിങ്ങൾ 10 രൂപ കുഞ്ഞാച്ചിക്ക് എന്ന് പറയാണ്ട് LP സ്കൂളിൽ പഠിക്കണമെന്ന് മുട്ടായി എടുത്ത കഥയാണ്. അത് പറഞ്ഞാണ്ട് കായ് കൊടുക്കണോ, കുറച്ച് അധികം കൊണ്ട് പറയാതെ കൊടുക്കണോ, പറഞ്ഞു കൊടുക്കാനുള്ള ഏതില്ല. ഏതായാലും പരലോകത്ത് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കൂലല്ലോ. ഹജ്ജിനെ പോകില്ല. എത്ര പൈസ ആണോ ഹജ്ജിനാണെങ്കിൽ? ഭാര്യയും ഭർത്താവോടെയും പോകണമെങ്കിൽ ലക്ഷങ്ങൾ വേണ്ടേ? പൈസ മാത്രം മതിയാവും, വലിയ അധ്വാനമല്ലേ. ഹജ്ജിന് പോകുന്ന ഇവിടെ കുത്തിവെക്കാൻ പോയാൽ തന്നെ പൂതി വെച്ചു. ഹജ്ജിനുള്ളിൽ കുത്തിവെപ്പെടുക്കാൻ പോയില്ലേ, എനിക്ക് അന്ന് തന്നെ പൂതി. എനിക്ക് ഡോക്ടർ ഒപ്പുവാണല്ലോ, ഒരു എന്ത് ഗസറ്റ് ഓഫീസർമാരുടെ ഒപ്പുവാണല്ലോ. അതിനും വേണ്ടി ഞാൻ ഡോക്ടറെ എത്തി അന്ന് തന്നെ എനിക്ക് അതിനെ പൂതി ചെയ്യും. അത്ര റിസ്ക്കാണ് ഇതൊക്കെ ഹജ്ജിൻ്റെ കാര്യങ്ങൾ. പിന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പോയി വരുന്നവരെ വലിയടങ്ങാറ് തന്നെയാണ്. നല്ല ഈമാനുള്ളവരെ പോവുള്ളൂ ഹജ്ജിന്. പക്ഷെ ഞാൻ പറയണത് മുഅ്മിനീങ്ങളെ, ഓൻ നല്ല ഈമാനുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓ ആരാന്ന് എനിക്കറിയില്ല കേട്ടോ, നമ്മൾ ഇതിനോട് ചോദിക്കണം. ഓൻ നല്ല ഈമാനുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പല സംഭവങ്ങളുണ്ടായി. തങ്ങളെ തന്നെ ചെന്നിട്ട് പറയണം, ഞാൻ ഇങ്ങനെ ചെയ്തില്ല നബിയെ, എനിക്ക് പുറത്ത് കിട്ടണം. അത് ഒരാൾ വ്യഭിചാരിയായിരുന്നു, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. ഇല്ല ഇജ്ജ് വ്യഭിചരിച്ചിട്ടൊന്നും ഉണ്ടാവൂല, ഇജ്ജ് ഒന്ന് ചുംബിച്ചിട്ടുണ്ടാവുള്ളൂ, തൊട്ട് നോക്കിയിട്ടുണ്ടാവുള്ളൂ. അല്ല, ഞാൻ വ്യഭിചരിച്ചിരിക്കണം, എന്നെ ശുദ്ധിയാക്കി തരണം. അതെന്താണെന്നറിയോ, നരകം ഇങ്ങനെ കാണുകയാണ്, അതിൽ യക്കീം വേറെയാണ്. അവിടെ ഫേസ് ചെയ്യാൻ പ്രശ്നമില്ല. അയാൾ കുടുംബം അറിയണു, അയാളെ നാട്ടുകാർ അറിയണു, റസൂലുള്ളാഹി അറിയണു, എല്ലാവരും അറിയണു. വേറെ സ്വഹാബി എന്നിട്ടോ ഞാൻ പെണ്ണിനെ ചുംബിച്ചു നബിയെ, റസൂലുള്ളാഹിന്റെ അടുത്ത് എന്ത് പറയണേ ഇല്ലേ, എന്താണ് കഫാറത്ത്? അപ്പോൾ റസൂലുള്ളാഹിക്ക് തന്നെ അറിയില്ല അപ്പോൾ അത് എന്താണ് ഇയാളോട് പറയേണ്ടതെന്നുള്ള. അപ്പോൾ ജിബ്രീൽ വരികയാണ്, എന്നിട്ട് ഈ ആയത്തിറക്കി കൊടുത്തു, അഖിമിസ്വലാത്ത തറഫൈൻ നഹാരി വ സുലഫൻ മിനൽ ലൈലി. 5 നേരത്തെ നിസ്കാരം നിങ്ങൾ മുറ പോലെ നിലനിർത്തണം. ഇന്നൽ ഹസനാത്തി യുദീബിന സയ്യാദ്, സുഹൃതങ്ങൾ തിന്മകളെ മായ്ച്ചു കളയും. അതിൽ ആ സ്വഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ സ്വഹാബിക്ക് ഭയങ്കര സന്തോഷമായി. മൂപ്പര് ഊറ്റം കൊണ്ട് ചോദിച്ചെന്താണെന്നറിയാം, ഇത് എനിക്ക് മാത്രമുള്ളതാണോ അത് എല്ലാവർക്കും ഉണ്ടാവുമോ എന്ന്. എല്ലാവർക്കും ഉണ്ടാവുന്നു. കച്ചവടക്കാരനായിരുന്നു. ഒരു പെണ്ണ് സാധനം വാങ്ങാൻ വന്നു. അപ്പോൾ പെണ്ണിനോട് പറഞ്ഞു, നല്ല സാധനമൊക്കെ റൂമിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോരുകയായിരുന്നു. അല്ലാണ്ട് ചുംബിച്ചു. അപ്പോൾ ഇതിന് കുറ്റബോധം ഉണ്ടായി. അതൊക്കെ മുത്തക്കിങ്ങളുടെ പണി തന്നെയാണ്, കുറ്റബോധം ഉണ്ടാവും. വല്ലദീന ഇദാ ഫഅലു ഫാഹിശത്തൻ ഔ ദലമു അൻഫുസഹും ദക്കറുല്ലാഹ്, എന്തെങ്കിലും തെറ്റൊക്കെ സംഭവിക്കാൻ ഇട വന്നാൽ പടച്ചോനെ എന്നുള്ള ചിന്ത അവർക്കുണ്ടായിട്ട് ഫസ്തഗ്ഫിറു ലിദുനൂബി, അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്ന ആൾ. ആ ഒരു ഇസ്തിഗ്ഫാറിൻ്റെ ഇഷ്ടം അല്ലാഹ് എത്രയാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാതെ പിന്നെ ആരാ നിങ്ങൾക്ക് പുറത്തു തരാനുള്ളത്? അത്രയും ആ മഗ്ഫിറത്ത് സുനിശ്ചിതമാണ്. അതൊരു യക്കീൻ്റെ ഈമാനാണ്. അവിടെ ഫേസ് ചെയ്യണ പ്രശ്നമുണ്ടോ? ഇല്ല. എന്നാൽ ഈ ചെറുപ്പക്കാരൻ നമ്മളൊക്കെ മേലെയാണ്. ഇന്നത്തെ മുഅ്മിനീങ്ങളും ചില മുത്തഖീങ്ങളൊക്കെ ചെയ്യൽ അങ്ങനെ ഒരു തെളിവും കൂടി നശിപ്പിക്കാൻ വേണ്ടി അതിന് ഒരുപാട് തെറ്റുകൾ വേറെ ചെയ്യും. ചിലപ്പോൾ കൊല്ലും ചെയ്യും. ചുംബിച്ച പെണ്ണിനെ തന്നെ ചിലപ്പം കൊല്ലും. ഇവിടെ ഞാനോടെയും പറഞ്ഞെങ്കിൽ വെച്ചിട്ട്. അതും മുഅ്മിനീങ്ങളാണ്. ഇന്നത്തെ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന പണി അതാണ്. വബിൽ-ആഖിറതിഹും യൂഖിനൂൻ, പരലോകം തന്നെ എന്താണെന്നറിയോ? ഇങ്ങോട്ട് നോക്കി. പരലോകത്തിൽ ഉറച്ച് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? നിങ്ങൾക്കറിയാം മുട്ട എഴുതുന്ന പരിപാടി ഉണ്ടാവും. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെയും പണ്ട് മുട്ട എഴുതിട്ടുണ്ടെങ്കിൽ അതിനെ മറുപടി ഞാൻ പറഞ്ഞുതരാം. അയാളോട് ഞാൻ മറുപടി പറഞ്ഞേക്കണം. പറയണോ? രസം പറയട്ടോ. പിന്നെ ഞാനവനോട് പറഞ്ഞു, LP സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും തെക്ലീഫ് ഉണ്ടാവില്ല, കുട്ടിക്കാരം പ്രായപൂർത്തിയാണ്. എൻ്റെ മുമ്പുള്ളതിനൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്, തെക്ലീഫില്ല. അപ്പോൾ അവനോട് പറയാം, അതിലും കുറച്ച് പൈസ ചുരുക്കണം. LP സ്കൂളിൽ ഇപ്പോൾ മേലേതല 4ാം ക്ലാസ് പഠിക്കുമ്പോൾ 9 വയസ്സൊക്കെ ആവുള്ളൂ. മേലേതല 10 വയസ്സായിട്ടുണ്ടാവും. പ്രായപൂർത്തിയാവോ? 10 വയസ്സിലൊക്കെ പ്രായപൂർത്തിയാവോ? ആവില്ല. ആവാം. പ്രായപൂർത്തിക്ക് ആണുങ്ങൾക്ക് 2 മാനദണ്ഡങ്ങളാണുള്ളത്. ഒന്ന് 15 വയസ്സ് അറബി പ്രകാരം തികയുകയോ അല്ലെങ്കിൽ സ്ഖലനം ഉണ്ടാവുകയോ ചെയ്യാം. മനി പുറപ്പെടുക, ശുക്ലം പുറപ്പെട്ടു. ശുക്ലം പുറപ്പെടാനുള്ള ചാൻസ് 9 വയസ്സാണ്. വലൈക്കും സലാം. ചിലർക്ക് 9 വയസ്സാകുമ്പോൾ തന്നെ പുറപ്പെടും, ചിലർക്ക് 10-ൽ പുറപ്പെടും, ചിലർക്ക് 11-ലൊക്കെ പുറപ്പെടാം. അത് പുറപ്പെട്ടാൽ എന്തായി? സ്ത്രീകൾക്ക് ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ആർത്തവരക്തം. അതൊക്കെ 9 വയസ്സ്. ഇപ്പോൾ പെൺകുട്ടിയൊക്കൊന്നും 15 വയസ്സൊന്നും ആണില്ല. ഈ കോഴിയൊക്കെ തിന്നിട്ടേ 11 വയസ്സാകുമ്പോൾ തന്നെ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പായതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞു, തക്ലീഫില്ല. ഈ
പ്രായപൂർത്തിയാവാത്ത 7 വയസ്സായ വകതിരിവായ കുട്ടി നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹുവിനെ അടിച്ചൊന്നുമില്ല. പക്ഷേ ഓന് 10 വയസ്സായവനെ അടിക്കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിനോട് അടി കിട്ടുമോ? അത് നമുക്ക് കിട്ടുന്നതാണ്. ആ അടി ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൂടെ ഇല്ല. കുട്ടിക്ക് ഏതില്ല, അടിയില്ല. കുട്ടീനോട് നമ്മൾ പറയുന്നാലും നമുക്ക് അടി കിട്ടും. 7 വയസ്സായിട്ട് കുട്ടീനെ നമ്മൾ അടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? അടി കിട്ടും. നിസ്കരിക്കണമെന്നുണ്ട്, നിസ്കരിക്കണില്ലെങ്കിൽ നോമ്പ് വിൽക്കാൻ പറഞ്ഞിട്ട് നോമ്പ് വിൽക്കണേ. നിസ്കാരത്തിന് മാത്രമൊന്നുമല്ല വിധി, നോമ്പിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മനസ്സിലായില്ലേ? ഓൻ നല്ല മനുഷ്യനാണ്. ഓൻ ഏതെങ്കിലും പൈസ അയച്ചൊക്കെ തീരുമാനിച്ചു. പിന്നെ ഓൻ വേറൊരു കാര്യം കൂടിയും പറഞ്ഞു, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ വേണമെങ്കിൽ വല്ല പെണ്ണുങ്ങൾക്കും കിട്ടിയാൽ വലിയ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് ഓൻ പറഞ്ഞത്. ഓൻ പറയുന്നത് എൻ്റെ വൈഫ് പെടുത്തായിട്ട് എന്തോ കേട്ടു, എങ്ങനെ യൂട്യൂബിലൂടെ ഒരു മസാല കേട്ടു. അതെന്താണെന്നറിയോ? ഇപ്പോൾ ഒരു അസറിൻ്റെ സമയത്ത് ഒരു പെണ്ണിന് ആർത്തവം നിലച്ചാൽ, ആർത്തവം ഉണ്ടാകുമ്പോൾ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ഒരു അസറിൻ്റെ ടൈമിന് ആർത്തവം നിലച്ചാൽ കുളിച്ചിട്ട് ആ അസർ നിസ്കരിക്കണം. ലോറുമ്പാട് എന്താക്കണം? നിസ്കരിക്കണം. ഇഷാൻ്റെ സമയത്താണ് ആർത്തവം അവസാനിച്ചതെങ്കിൽ ഇഷ നിസ്കരിക്കണം. മഗ്‌രിബ് എന്താക്കണം? മുമ്പുള്ള മഗ്‌രിബും നിസ്കരിക്കണം. ഈ മസല ഭാര്യ ആദ്യമായിട്ട് കേട്ടതാണ് ഇന്നലെ മിഞ്ഞാന്നത്തെ. ഇതുവരെ ഓളങ്ങനെ ചെയ്തിട്ടില്ല. ഓൾ അസറേ നിസ്കരിച്ചിട്ടുള്ളൂ. ആ ഇഷ എന്താക്കിയിട്ടുള്ളൂ? മുമ്പുള്ള നിസ്കാരം എന്തായിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. അതിൻ്റെ വസ്തുത എന്താണ്? ഇനി അതൊക്കെ പാടെ പോലുണ്ടുള്ള അച്ഛന് പോവുകയാണ്. അച്ഛനോടിനും മുമ്പിട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ പാടെ കഥ കൂട്ടാനായിട്ട് കഴിയൂല. ഇതൊക്കെയാണ് ചോദ്യം. നല്ല ചോദ്യമല്ലേ? അപ്പോൾ മസല അങ്ങനെ തന്നെയാണുള്ളത്. എങ്ങനെ? അസറിൻ്റെ സമയത്ത് ഒരു പെണ്ണിന് ആർത്തവം അവസാനിച്ചാൽ അസർ മാത്രമല്ല ളുഹറും പാട് എന്താകും? കേൾക്കുന്നുണ്ടോ? ഇഷാൻ്റെ സമയത്ത് ആർത്തവം അവസാനിച്ചാൽ ആ ഇഷ മാത്രമല്ല മഗ്‌രിബും പാട് എന്താവും? എന്തുകൊണ്ട്? എന്നാൽ അതേ സ്ഥാനത്ത് മഗ്‌രിബിൻ്റെ സമയത്താണ് ഒരു പെണ്ണിന് മഗ്‌രിബ് കൊടുത്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണിൻ്റെ ആർത്തവം അവസാനിച്ച് നോക്കും മഗ്‌രിബേ നിർബന്ധമുള്ളൂ. ഏത് നിർബന്ധമാണില്ല? അസർ. അതെന്താ? എന്താ വ്യത്യാസം കോയമോ? അതൊന്നുമല്ല, ജമ്മു കസറാണ്. അതായത് അസറിൻ്റെ ടൈം വാസ്തവത്തിൽ അസറിൻ്റെ ഒറ്റക്കുള്ള ടൈമല്ല, ളുഹറിൻ്റെ പാട് ടൈമാണ്. ശരിക്കും ഇങ്ങനെയാണ് പറയേണ്ടത്. അസറിൻ്റെ ടൈം എന്നുള്ളത് അസറിൻ്റെ മാത്രം കുത്തകയല്ല, ആർത്തും പാടെയാണ്. നമ്മൾ അസറിൻ്റെ ടൈമിന് ളുഹർ നിസ്കരിക്കലില്ലേ? നമ്മൾ അസറിൻ്റെ ടൈമിന് ളുഹർ നിസ്കരിക്കലുണ്ടോ ഇല്ലേ? എങ്ങനെ? പണിക്ക് പോയെന്നുകൊണ്ടുള്ള നമസ്കാരമാണോ? അല്ല, യാത്രക്കാരൻ ജമ്മു ആക്കുമ്പോൾ ഓന് ളുഹറിൻ്റെയും അസറിൻ്റെയും ടൈം, അസറിൽ ളുഹറും നിസ്കരിക്കാം, അസറും നിസ്കരിക്കാം. എന്നിട്ട് ഓൻ്റെ ളുഹറിൽ അസറും എന്താക്കാം? അതാണ് കേസ്. മനസ്സിലായോ? എന്നമാർക്ക് യാത്രക്കാരന് ഇഷാൻ്റെ ടൈമിന് ഏത് നിസ്കരിക്കാം? മഗ്‌രിബും. അപ്പം മഗ്‌രിബിൻ്റെ ടൈമും കൂടിയാണ് സുബഹി വരെ ഉള്ളത്. ആരൊറ്റക്കല്ല. മഗ്‌രിബിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. മഗ്‌രിബിൻ്റെ അസറിൻ്റെ പാടെ ടൈമാണ്. നമ്മൾ ചിലതൊക്കെ അസറും മഗ്‌രിബിൻ്റെ ടൈമിൽ നിസ്കരിക്കലുണ്ട്, അത് കാര്യം പറയേ, അത് അടിയിട്ട് നിസ്കാരമാണ്. നമ്മൾ ചിലപ്പോൾ മഗ്‌രിബൊക്കെ വന്നാണ്ട് മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ വന്നാണ്ട് അസറും നിസ്കരിക്കണമല്ലൊക്കെ ഉണ്ട്. ഇപ്പോൾ വന്നാണ്ട് സുബഹി നിസ്കരിക്കണമല്ലോ. ജുമയൊക്കെ വന്നാണ്ട് ഇങ്ങനെ കുനൂത്തൊക്കെ പോയി സുന്നത്ത് നിസ്കരിച്ചിട്ട് കണ്ടില്ല. നല്ല ഉഷാറിലെ ആളുകൾ വിചാരം എന്താണ്? കള്ള വീട്ടിൽ വലിയ മുന്തിയ പണിയാണ്. ഒരു ഉസുറും കൂടി ഇല്ലാതെ കുനൂത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളാരും കണ്ടണോ? കുനൂത്ത് പോതാണ്, സുബഹി നിസ്കരിക്കുകയാണ്. അപ്പം ഞാൻ പണ്ട് വലിയൊരു പെടൽ വിട്ടില്ല സാഹിബിൻ്റെ പള്ളിയിൽ. നല്ല ഇൻസ്റ്റൈഡൊക്കെ ആക്കി നല്ല ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് 9 മണിക്കും 10 മണിക്കും അവിടെ വന്നിട്ട് നിസ്കരിക്കാണ്ട് ഞാൻ ഇങ്ങനെ വില ഈമാൻ ഇങ്ങനെ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്യൂലല്ലോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കണത്. കാരണം പിന്നെയാണ് വലിയ കുനൂത്തതാണ്. അപ്പോഴല്ലേ അല്ല, ഞാൻ വരെ ഈ ദുആ കണ്ടിട്ടേ പഠിച്ചോനെ ഇതിൻ്റെയൊക്കെ മേലെയാണല്ലോ ഞാനാണിപ്പോൾ. പിന്നെ നോക്കുമ്പോൾ വില ദുആ ഇതാണ്, കുനൂത്തതാണ്. അതല്ല ഈ പറയണത്. നിങ്ങൾക്ക് ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം, സ്ത്രീകളൊക്കെ കേൾക്കും. ജയരസാ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇത് വേണമെങ്കിൽ വിട്ടെടുത്തോളി. പെണ്ണുങ്ങൾക്ക് ഈ അസറിൻ്റെ ടൈമിന് ആർത്തവം നിലക്കുക എന്ന് പറഞ്ഞാൽ 5 മണിക്കും 5:30 വേണ്ട. മഗ്‌രിബ് എപ്പോഴാണ്? 6:40 ആർത്തവം നിലച്ചാൽ ഒരു തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന സമയം കിട്ടിയാൽ മതി ആ വക്തിന്. മനസ്സിലായോ? അസർ നിസ്കരിക്കാനുള്ള ടൈമൊന്നും കിട്ടണ്ട. അസറിൻ്റെ ടൈമിൽ ഒന്നൊരു അല്ലാഹു അക്ബർ എന്ന് പറയാനുള്ള ടൈം കിട്ടിയാൽ തന്നെ ആ അസർ നിർബന്ധമാവും. അതിന് മുമ്പുള്ള തോറും നിർബന്ധമാവും. കള്ള അല്ലാതെ മഗ്‌രിബിൻ്റെ മുമ്പ് നിസ്കരിക്കൊന്നും വേണ്ട. അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ ഈ തക്ബീർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നേരത്തെ നിസ്കരിക്കാൻ സമയം കിട്ടിയാൽ നിസ്കരിക്കണം. 5:30 6 മണിക്കൊക്കെ ആണെങ്കിൽ മഗ്‌രിബിന് നിസ്കരിക്കണം. മഗ്‌രിബിൻ്റെ മുമ്പ് ഒരു തക്ബീറത്തുൽ കിട്ടാൻ സമയം കിട്ടിയാൽ തന്നെ അസർ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ആ അസർ ഒരു കള കൂട്ടാണ്. ഓല മേലത് ബാധ്യതയായി. മഗ്‌രിബിൻ്റെ അസറിൽ മഗ്‌രിബ് വാങ്ങി കൊടുത്തിട്ടല്ലേ കഴിയുള്ളൂ. എന്നാലും നിർബന്ധമായിക്കണേന്ന് ളുഹർ നിസ്കരിക്കണം. കാരണം അസറിൻ്റെ ടൈം കിട്ടിയാൽ അസർ നിസ്കരിക്കണം,
ആ അസറിൻ്റെ ടൈം കിട്ടുക പറഞ്ഞാൽ ഒരു തെക്കുബീർ കെട്ടാനുള്ള ടൈം കിട്ടിയാൽ തന്നെ അത് കിട്ടിയെന്നാണ് പറയാം. മനസ്സിലായില്ലേ? ഞാൻ അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി ഒരു പെണ്ണിനിപ്പോൾ അങ്ങനെയല്ല കഥ. അസറാങ്ക് കൊടുത്താലാണ് അവൾക്ക് ആർത്തവം തുടങ്ങണത്. ഇന്ന് അവൾ അസർ നിസ്കരിക്കണോ വേണ്ടേ എന്നുള്ളൊരു വിഷയം. ഏത് അസറാങ്ക് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ദൂറാങ്ക് കൊടുത്തപ്പോൾ ഇത് അസറിനും മഗ്‌രിബിനും മാത്രമുള്ള ഒന്നല്ല, എല്ലാ വക്തിനുള്ളതാണ്. ഓക്ക് ഈ നിസ്കാരത്തിൻ്റെ ഒരു തടസ്സം ഉണ്ടാകുന്നത് ഒരു വക്തിലാണ്. അപ്പോൾ ആ വക്ത് ഓക്ക് നിർബന്ധമാണെങ്കിൽ എത്ര ടൈമിൽ നിന്ന് കിട്ടണം എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ അസറാങ്ക് കൊടുത്ത് അപ്പോൾ തന്നെ ഓക്ക് ഇതുണ്ടായി നിസ്കരിക്കാനുള്ള യാതൊരു ചാൻസും കിട്ടുന്നതിന് മുമ്പ് തന്നെ ആർത്തവുണ്ടായ ആ നിസ്കാരം ഒക്കെ ഇതില്ല. ഓക്ക് ചെറുതായിട്ട് നിസ്കരിക്കാനുള്ള ഒരു ടൈം കിട്ടിയാൽ മതി, 2-3-4 മിനിറ്റ് വരെ നിസ്കരിക്കാൻ. അത് കിട്ടിയാൽ തന്നെ ഓക്ക് ആ നിസ്കാരം എന്താവും, നിർബന്ധമാവും. ഇത് ആർത്തവം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ആർത്തവം കഴിഞ്ഞ് കുളിച്ചിട്ട് ആ നിസ്കാരം എന്താക്കണം. ഇങ്ങനെ വിഷയമുണ്ടല്ലോ, ആർത്തവമൊക്കെ തുടങ്ങണം എന്നുള്ളതൊരു ഭക്തിലല്ലേ വരിക. നിസ്കരിച്ച് ഇങ്ങനെ റെഡിയായി നിൽക്കണം എന്നുണ്ടോ അത് തുടങ്ങാൻ? അത് അതിൻ്റെ ടൈമിന് അങ്ങനെ വരൂലേ? അപ്പോൾ ഒരു 5 മണിക്ക് ആർത്തവം ഉണ്ടായി, ഓള് നിസ്കരിച്ചിട്ടില്ലേ, ഇനി എന്നാൽ അവളെന്താ ചെയ്യേണ്ടത്? ആർത്തവം കഴിഞ്ഞ് കുളിച്ചിട്ട് എന്താക്കണം, അല്ലാതെ വിടണം. ഞാൻ 5 മണിയൊന്നും ആയിട്ടില്ല, അസറങ്ങോട്ട് കൊടുത്ത് 2-3 മിനിറ്റ് ആയപ്പോൾ ഇതിനെന്താക്കി, ചെറുതായിട്ട് നിസ്കരിക്കാനുള്ള ടൈം ഉണ്ടല്ലോ, ചെറുതായിട്ട് ഫർദ് മാത്രം ചെയ്തുകൊണ്ട് ചെറിയ നിസ്കാരത്തിനുള്ള ടൈം കിട്ടിയിട്ടാണ് ഈ തടസ്സം വന്നത്. ഈ ആർത്തവം അല്ലെങ്കിൽ ആർത്തവം മാത്രമൊന്നുമില്ല, വേറെയൊക്കെ കാരണങ്ങളുണ്ട്. ഒരാൾക്ക് ബോധം നഷ്ടപ്പെട്ടു, അബോധാവസ്ഥ ഉണ്ടായി, അപ്പോഴൊക്കെ ഈ പ്രശ്നം വരുന്നുണ്ട്. നിസ്കാരത്തിൻ്റെ ഒരു തടസ്സം ഒരാൾക്കുണ്ടായത് ടൈമായി ചെറിയ രൂപത്തിൽ നിസ്കരിക്കാനുള്ള ടൈം കിട്ടിയതിൻ്റെ ശേഷമാണെങ്കിൽ ആ നിസ്കാരം എന്താവും, നിർബന്ധമാവും. കഴിയുമ്പോൾ ഖളാ വീട്ടും, നിർബന്ധമല്ല. ഖളാ വീട്ടുമ്പോഴും അദാ വീട്ടുമ്പോഴും ഖളാ ആണ് അദാ ആണ് ഒന്നും നിയ്യത്തെക്കേണ്ട കാര്യമൊന്നുമില്ല, അത് സുന്നത്താണ്. ചിലവരൊക്കെ ഇപ്പം ചോദിക്കും, ഞാൻ അദാ നോക്കണോ ഖളാ നോക്കണോ, ഖളാ ആയി തോന്നണം. സുബയൊക്കെ 6:10 15 ഇനിയിപ്പോൾ അദാ വെക്കേണ്ടത് ഖളാ വെക്കണമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ ഒന്നും വെക്കേണ്ട വെച്ചാൽ മതി. നിസ്കാരത്തിൽ ഞാൻ സുബൈ എന്ന ഫർള് നിസ്കരിക്കുന്നു എന്ന് കരുതലേ നിർബന്ധമുള്ളൂ. ഞാൻ സുബൈ എന്ന ഫർള് ഇമാമോട് കൂടെയാണെങ്കിൽ അതും കരുതുക. അത് കിബിലക്ക് മുന്നിട്ട് 2 റക്അത്തായിട്ട് അദാ ആയിട്ട് അള്ളാഹ്ക്ക് വേണ്ടി എന്ന് പറയലൊക്കെ എത്രയേ ഉള്ളൂ, സുന്നത്തേ ഉള്ളൂ. ഇനി അങ്ങനെ ആ മസലേക്ക് നമ്മൾ തിരിഞ്ഞാൽ അതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ കുട്ടി ചോദിച്ച ഒരു ചോദ്യം ഞങ്ങളോട് പറഞ്ഞതാണ്, സ്ത്രീകൾക്കൊക്കെ ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഓൻ്റെ വൈഫ് പറഞ്ഞല്ലോ അത് ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഓനും ആദ്യമായിട്ട് കേൾക്കുകയാണ്. അങ്ങനത്തെ വൈഫുകളുടെ കൂട്ടത്തിലും ഒക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മുടെ വിഷയത്തേക്ക് തന്നെ പോവുകയാണ്. ആഹാരം കൊണ്ട് ദൃഢമായി വിശ്വസിക്കലാണ് വേണ്ടത്. ആഹാരം കൊണ്ട് നല്ല വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ് ഓന് മുട്ടായിൻ്റെ കഥയൊക്കെ പറയാൻ തോന്നിയത്. ഓനിപ്പം അറിയില്ല, അറിയുകയാണെങ്കിൽ പോലും വന്നിട്ട് ചോദിക്കും. കാരണം അതാണ് ആ യക്കീനനുസരിച്ചാണ്. അതാണ് നമ്മുടെ കണ്ടത്, മായിസിൻ്റെ ചരിത്രത്തിൽ കണ്ടതാണ്, ആ സ്വഹാബിൻ്റെ ചരിത്രത്തിൽ കണ്ടതാണ്. അതാണ് ഈമാൻ. അങ്ങനെ ഉറച്ച് വിശ്വസിക്കും, പരലോകത്തിൽ ഉറച്ച് വിശ്വസിക്കും. ഉറച്ചുള്ള വിശ്വാസമില്ലാത്ത ചില ആളുകളുണ്ട്, ഉണ്ടോ ഇല്ലേ എന്നിങ്ങനെ ഒരു ഡൗട്ട്. ചിലർക്ക് 50-50 നിൽക്കും ഡൗട്ട്, ചിലർക്ക് 75 ഉണ്ട് എന്ന് തോന്നുക, 25 ഇല്ല എന്ന് തോന്നുക. അതൊക്കെ പ്രശ്നമാണ്. 100% ഉറപ്പിക്കണം, അപ്പോഴേ ഈ കൂട്ടത്തിൽ പെടും. 100% ഉറച്ച് വിശ്വസിക്കണം. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവിടെ ചെല്ലുമ്പോൾ ചിലരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളെ, വയൗമ നുസയ്യിറുൽ ജിബാൽ വതറൽ അർള ബാരിസതൻ വഹശർനാഹും. ഏതാ സൂറത്ത് മനസ്സിലായോ? വഹശർനാഹും ഫലം നുഗാദിർ മിന്നും അഹദാ വഅരിദു അലാ റബ്ബിക സഫൻ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവല മറ ബൽ സഅൻതും അല്ലൻ നജഅല ലക്കും മൗഇദാ. ഖിയാമത്ത് നാളിലെ നീണ്ട ഒരു ചിത്രമാണ് അൽ കഹ്ഫിൽ പറയുന്നത്. അൽ കഹ്ഫിൽ കാര്യമായിട്ട് പറഞ്ഞ തന്നെ ഖിയാമത്ത് നാളാണ്. അതുകൊണ്ടാണ് ഖിയാമത്ത് നാൾ ഉണ്ടാകുന്ന വെള്ളിയാഴ്ച ഏറ്റവും വർദ്ധിപ്പിക്കേണ്ടത് അൽ കഹ്ഫിനെയാണ്. അൽ കഹ്ഫ് ഇപ്പോൾ ഞാൻ ഓതി 50-ാമത്തെ ആയത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അൽ കഹ്ഫിൽ, സൂറത്തുൽ കഹ്ഫിൽ വയൗമ നുസയ്യിറുൽ ജിബാൽ, മലകളെ നാം നടത്തുന്ന ദിനത്തെക്കുറിച്ചുള്ള വിചാരം എപ്പോഴും നിങ്ങൾക്കുണ്ടാവണം. വയൗമ നുസയ്യിറുൽ ജിബാൽ വതറൽ അർള ബാരിസ, അന്ന് ഭൂമി ഒരു ബാരിസത്തായിട്ട് നീങ്ങണം. തുറന്ന ഭൂമി, കുണ്ടില്ല കൊയ്യില്ല, നിരപ്പായിട്ട് മൈതാനമായിട്ട്. കുണ്ടുകളുണ്ടാവില്ല, കുന്നുണ്ടാവില്ല, മലകളൊക്കെ പോയി, എല്ലാവരും കാണാം. വതറൽ അർള ബാരിസതൻ വഹശർനാഹും, എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടും. ഓരോ ഫലം നുഗാദിർ മിന്നും അഹദാ, ഒറ്റ കൂട്ടിനും വിടൂല. പള്ളിപ്പറമ്പിലും അറിയുന്നവരുണ്ടാവും, ചുടലി കൊണ്ടുപോയി കുഴിച്ചിട്ടവരുണ്ടാവും, കടലിൽ മീൻ വിഴുങ്ങിയവരുണ്ടാവും, വന്യമൃഗങ്ങൾ വിഴുങ്ങിയവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഒറ്റക്കൂട്ടിന് റബ്ബിക സഫ, എല്ലാവരും നാളെ റബ്ബിൻ്റെ മുമ്പിൽ സഫായിട്ട് ഇങ്ങനെ നിൽക്കും.
വഅരുളു അലാ റബ്ബിക സഫൻ. അപ്പോൾ അല്ലാഹു തആല ഇങ്ങനെ പറയും, ലഖദ് ജീത്തുമുനാ കമാ ഖലഖനാകും അവല മറ. ആദ്യം എങ്ങനെയാണോ നാം നിങ്ങളെ പടച്ചത് അങ്ങനെയാണ് ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നത് എന്ന്. ലഖദ് ജീത്തുമുന, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു, കമാ ഖലഖനാകും അവല മറ. ഫസ്റ്റിൽ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചൊരു ഘട്ടമുണ്ടല്ലോ, ഉമ്മ പ്രസവിച്ച സമയം, ഉടുതുണിയില്ല, സുന്നത്തെല്ലാം കഴിച്ചിട്ടില്ല, കാൽമ ചെരുപ്പില്ല, മക്കളില്ല, പെണ്ണുങ്ങളില്ല, കുട്ടികളില്ല, ആരുമില്ല, നഫ്സി നഫ്സി എന്നും പറഞ്ഞാണ്. ബൽ സാന്തും അല്ലൻ നജാല ലക്കും മൗഇദ. ഇങ്ങനത്തെ ഒരു വാഗ്ദത്ത ടൈം ഇല്ല എന്നായിരുന്നു നിങ്ങളെ വാദം. ഈ ദുനിയാവിനുള്ളൂ. ഇവിടെ വായും പൂളയും ദുനിയാവൊക്കെ ആയിട്ട് അങ്ങനെ വായക്കാരൊക്കെ നമ്മൾ നന്ദി പറഞ്ഞ അഹമ്മദാക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. വായ കേട്ടില്ലല്ലോ, ഇല്ല, അത് കേട്ട ഓലൊക്കെ നമുക്ക് നന്ദി പറഞ്ഞു, ഓൽക്കൊക്കെ നമ്മളെ കൊണ്ട്. അപ്പോൾ ഈ ദുനിയാവിനുള്ളൂ. ആ ജീവിതത്തിൻ്റെ രീതിയാണ് ഇപ്പോൾ കാണുന്നത്, വായും കൊലയൊക്കെ. അമ്മാമൻ ഖാഫ മഖാമ റബ്ബി, നാളെ റബ്ബിൻ്റെ മുമ്പിൽ നൃത്തമുണ്ട് എന്ന് പേടിക്കുന്ന ആളുകൾ. വനഹൻ നഫ്സ അനില്ലാവ, ദേഹേച്ഛകൾക്ക് നിയന്ത്രണം നൽകിയ ആളുകൾ. ഫഇന്നൽ ജന്നത്ത ഹിയൽ മഅവ, അവർക്കുള്ളതാണ് സ്വർഗം. ഒരു വായണനും പോല, ഒരു ദേഹേച്ഛകൾക്കും വരെ അടിപ്പെടുകയില്ല. അമ്മാമൻ തൊക, നോക്കി നിങ്ങൾ എത്ര സ്ഥലത്ത്. അമ്മാമൻ തൊക, ധിക്കരിച്ച ആളുകൾ. വആസറൽ ഹയാത്ത ദുനിയ, ഐഹിക ജീവിതത്തെ തെരഞ്ഞെടുത്ത ആളുകൾ. ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ, അവർക്കുള്ള താവളമാണ് നരകം. യസലൂനക അനി സായത്തി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവർ ചോദിക്കും, എന്താണ് ഖിയാമത്ത് നാൾ, അയ്യാന മുർസാഹ, എന്നാണത്? അള്ളാഹ് പറയാണ്, ഫീമ അന്ത മിൻ ദിക്റാഹ, അത് പറയാൻ നിങ്ങൾ ആരാ നബിയെ, നിങ്ങളത് പറയണ്ടല്ലോ. ഇന്നമ അന്ത മുന്തിറുമൻ യക്ഷാഹ, അതിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് താക്കീത് നൽകുന്നവൻ മാത്രമാണ് താങ്കൾ, അതിൻ്റെ ഡേറ്റ് പറയുന്ന ആളല്ല. കഅന്നഹും യൗമ യറൗനഹ, അതിനവർ കാണുന്ന ദിനത്തിൽ. ലം യൽബസു ഇല്ല അഷിയത്തൻ ഔ ദുആഹ, ദുനിയാവിൽ ആകെ ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു പ്രഭാതം മാത്രമേ താമസിച്ചിട്ടുള്ളൂ എന്നവർക്ക് തോന്നുമാറ് ഭീകരമായിരിക്കും. ഇവിടെ 100 കൊല്ലം പാർത്തവനും 60 കൊല്ലം പാർത്തവനും ഒക്കെ ആകെ ദുനിയാവിൽ എത്ര ഉണ്ടായിട്ടുള്ളായിരുന്നു? ഒരു സായാഹ്നം അല്ലെങ്കിൽ ഒരു പൂർവാഹനം എന്ന് തോന്നുമാറ് അത്ര ഗുരുതരമായിരിക്കും ഖിയാമത്ത് നാളിൻ്റെ ഗുരുതരാവസ്ഥ എന്നാണ് അവിടെ പറയുന്നത്. എന്താണെന്നറിയോ? ഖിയാമത്ത് നാളിനെ പേടിച്ച ആളുകൾ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ, നാളെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് പേടിച്ച് ദേഹേച്ഛകൾക്ക് കടിഞ്ഞാനിട്ട ആളുകൾ. അങ്ങനത്തെ ഒരു കൂട്ടക്കാരുണ്ട്. ഓൽക്കെന്താ നിങ്ങൾക്കറിയോ? ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, ഓല് എന്താണോ കൊതിക്കണതൊക്കെ ഓൽ കൂടെ കിട്ടും. വലദീന മസീദ്, നമ്മുടെ വക കുറേ ഏറ്റിക്കൊടുക്കുകയും ചെയ്യും. സൂറത്ത് കാഫിലൊരായത്താണ്. നമ്മൾ വായന പറ്റി പറഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് മോമിനിങ്ങൾക്ക് ഭയങ്കര പരാതി. കാലല്ല ഉസ്താദെ, ഒരാൾ ചോദിക്കുക, ഒന്ന് ഇന്ന് എനിക്ക് കളിപ്പിച്ചു തന്നു, നിങ്ങൾ പിന്നെ അള്ളാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൂല എന്നല്ല ഖുർആനിൽ പറഞ്ഞു. അതെന്താ നിങ്ങൾ പറയാത്തത്? നമ്മൾ അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറയണോ? ആരാ പറയണം അവനോട്? ഖുർആൻ എന്നാൽ ശരിക്കും പറയും. നിങ്ങൾ ഖുർആനിലൂടെ കല പറഞ്ഞാണ് ഇല്ലേ? അങ്ങനെ പറഞ്ഞ് ഖുർആനിൽ കലനെ വിമർശിച്ചോണോ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, മുഅ്മിനീങ്ങളെ, ഈ സിനിമയിൽ ഇങ്ങനെ വന്നിട്ട് ഒരു പെണ്ണ് വന്നിട്ട് ആണിൻ്റെ ഒപ്പം അഭിനയിക്കുക, ഒരുത്തൻ്റെ ഭാര്യയായിട്ട്, ഒരുത്തൻ്റെ പെങ്ങളായിട്ട്, ഒരുത്തൻ്റെ അമ്മയായിട്ട്, ഉമ്മയായിട്ട്, മകളായിട്ട്, അങ്ങനെയുള്ള അഭിനയങ്ങളും നൃത്തങ്ങളും ഇതൊക്കെ അല്ലേ സിനിമയിലുള്ളത് എന്നാണ് നമ്മളെ പൊതുവെ ഒരു. ഖുർആൻ എന്താ പറഞ്ഞാൽ അറിയോ? വിശുദ്ധ ഖുർആൻ പറയാണ്, ഖുർആനിൽ ഏറ്റവും പ്രസിദ്ധമായ ആയത്താണ് സൂറത്ത് ആയത്തുൽ ഹിജാബ്. വൈദാ സഅൽതുമൂഹുന്ന മതാൻ, പെണ്ണുങ്ങളോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു വിരിമാണം നേരെ. പിന്നെ അള്ളാഹ് പറയുന്നതാണ്, ഇനിത്തക്കയത്തുന്ന, നിങ്ങൾക്ക് ഭക്തിയുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ, ഫലാ തഖ്ലഅന ബിൽ ഖൗലി, കൊഞ്ചിക്കൊയഞ്ഞ് സംസാരിക്കരുത്. വഖുൽന ഖൗലൻ മഅറൂഫ, നേരെ ചൊവ്വേ പറയണം. ആ പറച്ചിലിന് കേട്ടാൽ പിന്നത്തും ചോദിക്കാൻ തോന്നരുത്. ഇതിങ്ങനെ കൊഞ്ചിക്കഴിഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ നിർത്താൻ തോന്നുമോ? എന്തെങ്കിലുമൊക്കെ പിന്നെയും ചോദിക്കാൻ തോന്നൂലേ? ഫയത്തുമ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അപ്പോൾ ഹൃദയത്തിൽ ദീനമുള്ള ആളുകൾ ഇതിൽ ആകൃഷ്ടരാവും. ഓല് പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു പോകും. ഖുർആൻ പറയാണ്, ഖുർആനിൽ എന്താ പറയണമെന്നാ ഈ ചങ്ങായി ചോദിക്കണത്? എനിക്ക് ഞാൻ വേറെ കേൾപ്പിച്ചു തരണോ? വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന ലിയുബ്ദീന മാ യുഖ്ഫിന മിൻ സീനത്തിഹിന്ന, അവർ ഒളിപ്പിച്ചു വെക്കുന്ന സീനത്തുകൾ പ്രകടമാകുമാറ് കാലിട്ടടിച്ച് നടക്കരുത് പെണ്ണുങ്ങൾ. കാലിൻ്റെ തളയും പാൽസാരൊക്കെ അല്ലേ, അതിൻ്റെ കിൽക്കൊന്നും പുറത്തേക്ക് കേൾക്കുമാറ് കാലിങ്ങനെ ഇട്ടടിച്ച് നടക്കരുത് പെണ്ണുങ്ങൾ സാധാരണ നടക്കുമ്പോൾ. ഇതാണ് അള്ളാൻ്റെ കൽപ്പന. കേൾക്കണ്ടങ്ങൾ? പിന്നെ അങ്ങനത്തെ ഒരു പെണ്ണിന് ഇവിടെ സിനിമ അഭിനയിക്കാൻ അവിടെ ചാൻസുകളെന്ന് പറഞ്ഞാണ്. വഖർന ഫീ ബുയൂതികുന്ന,
പെണ്ണുങ്ങളെ, നിങ്ങളുടെ കേന്ദ്രം വീടാണ്. വലാ തബർറജന തബറുജൽ ജാഹിലിയത്തിലൂല. അജ്ഞാനകാലത്തെ സ്ത്രീകൾ അലങ്കാര സമേതം എല്ലാ അലങ്കാരങ്ങളും വെളിവാക്കി പുറപ്പെട്ട പോലെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അലങ്കാരങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കണം. ഒന്നിതാണ്, യാ അയ്യുഹൻ നബിയു നബിയെ കുല്ലി അസ്വാജിക, അങ്ങയുടെ പത്നിമാരോട് പറയണം. വനിസായിൽ മുഅ്മിനീന, വിശ്വാസികളുടെ പെണ്ണുങ്ങളോടും പറയണം. യുദിനീന അലൈഹിന്ന മിൻ ജലാബീബീന, മുഖം മറക്കുന്ന തട്ടം അവർ താത്തിയിട്ട് കൊള്ളട്ടെ. അതാലിക അതിന യുറഫിന ഫലാ യുദൈന, അത് നല്ല പതിവ്രതകളായ സ്ഥലവൃത്തകളായ സ്ത്രീകളാണെന്ന് അവർ തിരിച്ചറിയപ്പെടാനും അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാനും ഏറ്റവും സംശുദ്ധമായ നടപടി അതാണ്. മുഖം മറക്കുക. മുഖല്ല സൗന്ദര്യം. പിന്നെ എവിടെ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് എന്ന് പറഞ്ഞാണ്. ഈ ആയത്തിറങ്ങിയ ദിവസം അന്നത്തെ പെണ്ണുങ്ങൾ ഒരു ഇടത്തെ കണ്ണ് മാത്രം കാണുമാറ് അങ്ങനത്തെ ഒരു മൂടുപടം ഇട്ടിട്ടാണ് നടന്നിരുന്നുള്ളത്. അതിനെ ജിൽബാബ് എന്ന് അതിനെ പറയുന്നുള്ളൂ. സൗദി അറേബ്യയിൽ അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നു. സൗദി അറേബ്യയിൽ ഇപ്പോഴാണ് അതൊക്കെ റസൂലുള്ള അന്ന് തന്നെ പറയണം ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുള്ളൂ. സ്ത്രീകൾ പള്ളിക്ക് പോകണ്ട. ഇപ്പം നമ്മളന്ന് ഇന്നലെ വേറെ ചോദ്യം വന്നിക്കണ്. അല്ല, നല്ല ചോദ്യമാണ്. ഒരാൾ പറയാണ്, ഉസ്താദെ നിങ്ങളന്ന് 3 വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞാൽ പറ്റി എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു. വൈഫിനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? നാളെ മാത്സിൽ 3 വിഭാഗങ്ങൾ. ഒന്ന് നക്ഷത്രത്തിൻ്റെ തിളക്കമുള്ള ആളുകൾ, ഒന്ന് ചന്ദ്രൻ്റെ തിളക്കം, ഒന്ന് സൂര്യൻ്റെ തിളക്കം. ഈ സൂര്യൻ്റെ തിളക്കമുള്ള ആളുകൾ ആരാണ്? കോയമോ പടച്ച റബ്ബേ. ഈ കോയത്തിലാണ് ഈ ക്ലാസ് നിർത്തി പോകേണ്ടി വരും കേട്ടോ. നമ്മളെ മരക്കാരാജ് നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ചിരിച്ചല്ലോ മൂപ്പർ പറഞ്ഞേ ഭയങ്കര തീരെ അങ്ങ് മൂപ്പർ വലിയ ചിരിച്ചിന് എപ്പോഴും അറിയാം. ഞാൻ അങ്ങനെ പറയും, നിങ്ങളെ ഈ മറവിയാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയും. ഞാൻ ചോദിച്ചാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. ഈ കോയം പറഞ്ഞവർക്ക് ആരും പറയില്ലെന്ന്. ലൈമദാസ് ഓർമ്മയില്ലേ? അപ്പോൾ ഞാൻ പറയും, നിങ്ങളെ ഈ ഓർമ്മക്കുറവാണ് നമ്മളെ ക്ലാസ്സിൻ്റെ വിജയം എന്ന് പറയും. ഞാൻ ഒരു ചെറിയ മൂപ്പര് കറക്റ്റായിട്ടപ്പോൾ കോയം പറഞ്ഞാണ്. 3 കൂട്ടരുണ്ട്. അതിലൊരു കൂട്ടക്കാർ വാങ്ങിൻ്റെ മുമ്പ് തന്നെ 12 മണിക്ക് തന്നെ അവർക്ക് ഊറിനെ പറ്റിയൊക്കെ ഓർമ്മ വരും. ഒരു മൂത്രമൊഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഒരു 12 കാലോട് കൂടെ ഒന്നൊക്കെ പെരയുന്നെടുത്ത് പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെയാണ് വാങ്ങി കേൾക്കുക എന്നാണ് പറഞ്ഞത്. അവർക്ക് നാളെ സൂര്യനെ തിളക്കാന്ന് പറയുമ്പോൾ വൈഫ് ചോദിക്കണം, അപ്പോൾ ഞങ്ങൾക്കോന്ന് പ്രശ്നമല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. ഞാനന്ന് പറയേണ്ടതാണത്. പെണ്ണുങ്ങൾക്ക് ആ ഇഷ്കാലം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളാരും പെണ്ണുങ്ങളൊന്നും കേൾക്കലില്ലേ? ഓർക്കൊന്നും ഇങ്ങനെ ഒരു ഡൗട്ടില്ലേ? അഹമ്മദാക്ക, ഇവരാരും പെണ്ണുങ്ങളൊന്നും കേൾക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാ പെണ്ണുങ്ങളും കേൾക്കണമല്ലോ എന്നും പറയുന്നുണ്ട്. എനിക്ക് ഇനി പോകാൻ വെച്ചാൽ ചില ചെക്കന്മാരൊക്കെ നിങ്ങൾ തന്നെയല്ലേ എന്നാണ് ചോദിച്ചത്. ഞാൻ തന്നെയാണ്. ബന്ധു വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾ മുഴുവൻ കേൾക്കണമല്ലാണ്. അപ്പോൾ ഓൾക്കൊന്നും ഈ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. എന്നാൽ ഏതായാലും ഇവൻ്റെ വൈഫ് ഇവനോട് ചോദിച്ചോളൂ, അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എങ്ങനെ ഈ സൂര്യൻ്റെ തിളക്കം കിട്ടുക എന്നുള്ളതാണ്. മറുപടി എന്താണെന്നറിയോ? ആണുങ്ങൾക്ക് ഈ കൊടുക്കണ കൂലി അള്ളാഹുവിൻ്റെ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന ലാ തംനൗ ഇമാല്ലാഹി മസാജിദല്ലാഹി, അള്ളാൻ്റെ അടിയാത്തികൾക്ക് നിങ്ങൾ അള്ളാൻ്റെ വീടുകൾ തടയണ്ട. ഒരു വരുമ്പോൾ നിങ്ങൾ എന്താക്കണ്ട, നല്ലോണം ഒന്ന് മനസ്സിലാക്കിക്കണേ ഹദീസിൻ്റെ അർത്ഥം. നിങ്ങളെല്ലാം ഇങ്ങനെ നായ്ക്കളൊക്കെ കാട്ടണമാർക്ക് ആട്ടൊന്നും വേണ്ട. ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന, വീടാണ് നല്ലത്. ഇതാണ് സമീപനം. നല്ല മാനുഷികമായ എന്നാൽ ധാർമ്മികമായ ഒരു നിലപാടാണ്. എന്താണ് നിങ്ങൾ തടയണ്ട. അപ്പം എന്താ മനോഗതം? എന്താണ്? ഇഷ്ടമല്ല. തടുക്കുക പറഞ്ഞാൽ ഒരു മാനുഷിക പ്രശ്നമല്ലേ? അതുകൊണ്ട് സ്വഹാബത്തൊന്നും റസൂലുള്ളാഹിന്റെ ഭാര്യമാരോ പുത്രിമാരോ ആരും ജമാഅത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇമാം ഷാഫി നിങ്ങൾ പറയാണ്, ഞാൻ പറയില്ല. ആരും പങ്കെടുത്തില്ല. ആകപ്പാടെ ചിലവരൊക്കെ വലിയ തെളിവ് പറയില്ല. ആത്തിക്കാ ബീവി പള്ളിക്ക് പോലുണ്ടായിനി. ആത്തിക്കാ ബീവിനെ ഉമർ ഫാറൂഖ് കല്യാണം കഴിച്ചപ്പോൾ ഒരു ഡിമാൻഡ് വെച്ചു വന്നാ ബീവി, പള്ളിക്ക് പോകാൻ സംഭവിക്കുമെങ്കിൽ എന്നെ കെട്ടാൻ പറ്റില്ല, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിയെന്നാണ്. അപ്പം എങ്ങനെയുണ്ട്? അപ്പോൾ അത് ഓൽക്കോ ഞമ്മക്കോ തെളിവ് എങ്ങനെയെന്ന് പറയണേ? അത് ഞമ്മക്കാണ് തെളിവ്. അങ്ങനെ ഒരു സമ്മതം വന്ന് ചോദിച്ചെങ്കിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ അന്ന് പറഞ്ഞെങ്കിൽ, പള്ളിക്ക് പോകാൻ അനുവദിക്കുമെങ്കിൽ എന്നെ കെട്ടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വെക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ആ സമൂഹത്തിൽ ആ സമൂഹം അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ലേ? അതല്ലേ ഈ ഹദീസിൻ്റെ അർത്ഥം? ഇങ്ങോട്ട് ഉമർ ഫാറൂഖ് എന്താ ചെയ്ത് നിങ്ങൾക്ക് അറിയോ? സമ്മതമൊക്കെ കൊടുത്തു. പിന്നെ ആങ്ങളെ ആക്കി വരുമ്പോൾ ഇങ്ങനെ ഇഷ്ടത്തിൽ കൂടെ വരുമ്പോൾ വേറെ കുത്തു കൊടുക്കാൻ, അങ്ങനെ നിർത്തില്ല. ബീവി അവസാനം വരെ പള്ളിയിൽ പോയി. ഉമർ ഫാറൂഖിന് കുത്തേറ്റ് പോകണ പള്ളിയിലും ആരുണ്ടായിരുന്നു, ആത്തിക്ക ബീവി ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതൊക്കെ ഉള്ളത് തന്നെയാണ്, അതൊന്നും ഇല്ലയെന്ന് നമ്മൾ പറയണില്ല. പക്ഷേ ആയിഷാബി പറഞ്ഞെന്താ, അന്ന് ആയിഷാബി ആ നൂറ്റാണ്ടിൽ പറഞ്ഞെന്താരോ, ഇന്ന് ഈ പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടുന്ന നബി കണ്ടിനെങ്കിൽ നബി അത് വിലക്കുമായിരുന്നു. ആര് പറയാണ്? അന്ന്. ഇന്നോ? ഇന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ 2009 ഞാൻ അച്ഛന് പോണത്. 2009 സാഹിബിൻ്റെ ഉള്ളിലുള്ളത്. അന്നത്തെ ചുറ്റുപാടല്ല ഇപ്പോൾ അവിടെ പെണ്ണുങ്ങളുടെ അവസ്ഥ. എൻ്റെ മൂത്തമ്മ മരിച്ചുപോയി. 2-3 വട്ടം അച്ഛനൊക്കെ പോയ ആളാണ്. മൂത്തമ്മ 2ാമത്തെ പോക്ക് പോയി എന്നാണ് എന്നോട് പറയാണ്, എത്തവിടെ പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ കാട്ടിക്കൊണ്ട് പണ്ടത്തെ മരക്കൊന്നുമില്ല. പണ്ടത്തെ മരക്ക് അതിൻ്റെ ജീവിതത്തിൽ കാരണം 2 ഉള്ള മാറ്റങ്ങൾ. ആയിഷ ബീവി ആ 1-ാം നൂറ്റാണ്ടിൽ പറയാണ്, 100 കൊല്ലമായിട്ടില്ല റസൂലുള്ളാഹിൻ്റെ
ആ സ്വഹാബത്തിൻ്റെ കാലത്ത് പറയുകയാണ്, ഇന്ന് ഈ പെണ്ണുങ്ങൾ കാട്ടിക്കൂട്ടുന്ന നബി എന്ന് കണ്ടിനെ വിലക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട അയിമത്ത് പറയാണ്, ഇന്നത്തെ കാലത്ത് ആ ബാദലിനടക്കുക വേണ്ടെന്നാണ് നല്ലത്. മനസ്സിലായോ? അപ്പോൾ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് പള്ളിന്നെ വേണ്ട. ഇങ്ങോട്ടാ അപ്പോൾ സിനിമയിൽ അഭിനയിക്കൽ നല്ല പണിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ റൈറ്റാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ രണ്ട് ടീമിനെ ഞാൻ പറഞ്ഞുതരാം. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, നാളെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് പേടിച്ച്, വനഹൻ നഫ്സ അനിൽ ഹവ, എന്നിട്ട് ദേഹേച്ഛകൾക്ക് കടിഞ്ഞാനിട്ട ആളുകളുണ്ടെങ്കിൽ ഫ ഇന്നൽ ജന്നത്ത് ഹിയൽ മഅവ, ഓൽക്കുള്ള താവളം സ്വർഗ്ഗമായിരിക്കും. അമ്മാമൻ ത്വഗ, ധിക്കരിക്കുകയും ആസറൽ ഹയാത്ത് ദുന്യ, ഐഹിക ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്ത ആളുകൾ ഫ ഇന്നൽ ജഹീമ ഹിയൽ മഅവ, അവർക്കുള്ളത് തന്നെയാണ് ഏത്. ഇത്ര വന്ന പോലെ മറുപടി. അങ്ങനെ കിയാമെന്ന ആളുണ്ടെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ ദേഹേച്ഛകൾക്ക് കടിഞ്ഞാണിടണം, ആണും പെണ്ണും കടിഞ്ഞാണിടണം ദേഹേച്ഛകൾക്ക്. ഇന്നലെ ഞാൻ അവിടെ പരിപാടിക്ക് വരാൻ വേണ്ടി വലിയറമ്പെന്ന് പോരാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോകണം, ആണിപ്പോൾ കാറ് കൊണ്ടുപോകണോ. അപ്പോൾ എൻ്റെ കൂടെയുള്ളവൻ പറഞ്ഞു, കാർ അങ്ങോട്ട് കൊണ്ടുപോകണ്ട ഉസ്താദേ, അവിടെ വായൊക്കെ ഉണ്ട് പറഞ്ഞു. ആ ഭാഗത്താണ് വാഴ. അപ്പോൾ സിനിമ തിയേറ്ററാണ് അതിൻ്റെ അടുത്ത് നിന്നാണ് പറയുന്നത്. ആ വ്യാപാരി ഭവൻ്റെ ആ ഭാഗത്ത് അതിൻ്റെ തിരക്കാണ്. പെണ്ണുങ്ങൾ വന്നിട്ട് പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ കുടുംബസമേതം വന്ന് അവിടെ തിരക്കാണ്. മനസ്സിലായി നിങ്ങൾക്ക്? ഇനി നിങ്ങളോടൊരു കാര്യം കൂടി ഞാൻ പറയാം. സ്ത്രീകൾക്ക് വീടാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞല്ലോ. റസൂൽ എങ്ങനെയും പറഞ്ഞിട്ടുണ്ട് മുഅ്മിനീങ്ങളെ, അഖറബുമാ തകൂനുൽ മർഅതു മിൻ റൗഹത്തി റബ്ബിഹ, ഒരു സ്ത്രീ തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തോട് ഏറ്റവും അടുത്തിരിക്കൽ വയഫി കൈരി ബൈത്തിയ, വീട്ടിൻ്റെ കുണ്ടമുറിയിലാവുമ്പോഴാണെന്ന്. ഞങ്ങളുടെ കുണ്ടമുറി എന്ന് പറയും, ഏറ്റവും സ്വകാര്യതയുള്ള റൂമിനാണ് അത് പറയാം. വീട്ടിൽ തന്നെ പല റൂമുണ്ടാവുമല്ലോ, ഡൈനിങ് ഹാൾ ഉണ്ടാവും, അങ്ങനെ പല എല്ലാവരും കൂടുതൽ സ്വകാര്യത കിട്ടുന്ന റൂമിൽ നിസ്കരിക്കുമ്പോഴാണ് കൂടുതൽ കൂലി. സിറ്റ് ഔട്ടിൽ വളരെ കൂലി കുറയും. സിറ്റ് ഔട്ട് നിങ്ങൾ വേണമെങ്കിൽ മനസ്സിലാക്കിയോളൂ. ഇതൊക്കെ അല്ലാഹു റസൂൽ പറഞ്ഞാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ കാരണം വലിയ ഈ സിനിമാ രംഗത്ത് കഴിഞ്ഞ കൊല്ലൊക്കെ ഭയങ്കര വിവാദങ്ങളും മടിയും പോലീസ് പിടിക്കലും ഒക്കെ ഉണ്ടായി. എന്താ ഈ പെണ്ണുങ്ങൾ പറഞ്ഞത്, വാതിക്കൽ മുട്ടാണ് രാത്രി വന്നിട്ട്, കടന്നു പോകാൻ അയക്കണില്ല, കടന്നു കൊടുത്തു കഴിഞ്ഞാൽ അവസരം കിട്ടൂല. ഇതിങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ മറ്റൊരു അപ്പോൾ ഇവർ പറയാം, എന്താ മറ്റേ രംഗത്തും അങ്ങനെ തന്നെയല്ലേ, സ്ത്രീകൾ രംഗത്തിറങ്ങണ എല്ലാ മേഖലയും അങ്ങനെ തന്നെയല്ലേ, പത്രരംഗത്തും അങ്ങനെ തന്നെയല്ലേ, അവിടെ അങ്ങനെ ഉണ്ടായില്ലേ, എല്ലാ രംഗവും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾ രംഗത്തിറങ്ങി അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്ത്രീനെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും വിചാരങ്ങളും നിശ്ചയിച്ച ആവിഷ്കരിച്ച റബ്ബ് പറയാണ്, പെണ്ണുങ്ങൾക്ക് ഏറ്റവും നല്ലത് വീടാണ്, അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഈമാനുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയും. നമ്മുടെ യഥാർത്ഥ ജീവിതം പരലോകമാണ്, അതാണ് ലക്ഷ്യം, അവിടെയാണ് ഒരു വിജയം കിട്ടേണ്ടതെന്നുള്ള ആളുകൾ അതൊക്കെ ഉൾക്കൊള്ളും. ഓലത് കടിഞ്ഞാനോടും ഓല് അതിനെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഓലെ കണ്ണിലെപ്പോഴും അതാണ്. നാളെ പരലോകത്തിലും അല്ലാഹുത്തആല ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ, ഇങ്ങൾക്ക് എന്നെ കാണാൻ പൂതി ഉണ്ടായിരുന്നോ എന്നും ചോദിക്കും അല്ലാഹുത്തആല. ഹദീസിൽ അങ്ങനെയാണ്. ആദ്യമായിട്ട് മുഅ്മിനീങ്ങളെ കാണുമ്പോൾ അല്ലാഹ് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എന്നെ കാണാൻ പൂതി ഉണ്ടായിരുന്നോ. അത് മുഅ്മിനീങ്ങൾ എന്താ പറയുക, പൂതി ഉണ്ടായിനി പഠിച്ചവനെ. നമുക്കിപ്പം എന്നും ചോദിച്ചു നോക്കുക, ഒരു ആത്മപരിശോധന നടത്തി നമുക്ക് അങ്ങനെ പൂതി ഉണ്ടോ, അതാണ് കാണാനുള്ള പൂതി എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ, നല്ലതാണ്. അപ്പോൾ അതേന്ന് പറയുമ്പോൾ അല്ലാഹ് ചോദിക്കും, എന്ത് ചെങ്ങനെ പൂതി വെക്കാൻ കാരണമെന്ന്. അപ്പോൾ ഈ മുഅ്മിൻ എന്താ പറയാൻ തരുമോ, നിൻ്റെ മാപ്പ് പ്രതീക്ഷിച്ചു, നീ വിട്ടുവീഴ്ച ചെയ്യും, നീ വലിയ റഹ്മാനാണല്ലോ, അങ്ങനെയാണ് കൊതിച്ചത്. അപ്പോൾ അല്ലാഹ് പറയും, നീ കൊതിച്ചത് നിനക്ക് നിർബന്ധമായിരിക്കും, ഞാൻ നിനക്ക് മാപ്പ് വന്നിരിക്കുന്നു എന്ന് പറയുന്ന. അങ്ങനെയൊക്കെ പറയെങ്കിലും ആ മുഅ്മിന് അവൻ്റെ ദേഹേച്ഛകൾക്ക് കടിഞ്ഞാനിട്ട് ജീവിച്ച ആളാണ്. അതൊക്കെ അങ്ങനെ ഉറപ്പുള്ള ഈമുള്ളവർ മാത്രം. അല്ലാത്തുള്ള റേറ്റാണ് പറഞ്ഞോളി, തല മറക്കാതിരിക്കാൻ റേറ്റില്ലേ, തല മറക്കാൻ റേറ്റില്ലേ, റേറ്റ് എന്താ റേറ്റ് തന്നെ അവകാശമോ, ആ പെൺകുട്ടിക്ക് അതിനുള്ള അവകാശമില്ലേ, അവകാശമൊന്നുമില്ല എന്ന് ആരും പറയണില്ല. മര്യാദക്ക് മുത്തക്കിങ്ങളെ ജീവിക്കുകയാണെങ്കിൽ അള്ളാൻ്റെ അടിമയാണ് നമ്മൾ ഏറ്റവും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാണ്. കുട്ടിക്ക് പേരിടുമ്പോൾ ഏതാണ്, എൻ്റെ പേരേതാണ്, ഇത് അള്ളാൻ്റെ ഏതെങ്കിലും ഒരു പേരിലേക്ക് ചെയ്തിട്ട് അബ്ദു കൂട്ടി അബ്ദുറഹ്മാൻ അത് ഇട്ടിട്ട് ഇപ്പോൾ പെണ്ണിട്ടില്ല, അല്ലാത്ത കേസെത്തില്ല. നമ്മളെ അഡ്രസ്സ് അതാണ്, അള്ളാൻ്റെ അടിമയാണ്. ഒരടിമക്ക് യജമാനൻ്റെ ഇഷ്ടങ്ങളാണ്, അതാണ് അടിമ. ഒരു യഥാർത്ഥ അടിമ എന്താണ്, യജമാനൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുക, യജമാനന് വേണ്ടി എല്ലാ ഇഷ്ടങ്ങളും സമർപ്പിക്കുക, ജീവനും സമ്പത്തും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ആർക്ക് സമർപ്പിക്കുക, അതാണ് അടിമ. അതാണ് ഇന്ന സ്വലാത്തി ഒ നുസുക്കി ഒ മഹിയായ ഒ മമാത്തി, എൻ്റെ എല്ലാം നിനക്കുള്ളതാണ് റബ്ബേ, ആണെങ്കിൽ മതി. അങ്ങനത്തെ എന്നാൽ അവിടെ കഴിച്ചിടാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇവിടെ റേറ്റും സ്വാതന്ത്ര്യമൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുക. അവിടെ ചെല്ലുമ്പം അള്ളാഹുത്തആല അങ്ങനെ പറയും, ഇങ്ങനെ പറഞ്ഞില്ലേ. സൂറത്ത് കാഫിൽ പറഞ്ഞൊരു ആയത്തോട് നിങ്ങൾക്ക് ഞാൻ കളിപ്പിച്ചുതരാം. മുഅ്മിനീങ്ങളെ കുറേ കാര്യങ്ങൾ പറയാൻ എനിക്ക് നേരത്തെ പോകും വേണം,
അവിടെ നിൽക്കാനൊക്കെ പോകാണ്ട്. സൂറത്ത് കാഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പേജാണ് ഖിയാമത്തുൽ രംഗം പറയണം, ഒറ്റ പേജ്. സൂറത്ത് കാഫാണ് ഞാൻ പറയുന്നത്. സൂറത്ത് കാഫിൽ അഫഅയ്നാബിൽ ഖൽഖിൽ അവലി, ആദ്യത്തെ സൃഷ്ടിച്ചിട്ട് ഞാൻ കുഴങ്ങിയണോന്നാണ് ചോദിക്കണത്. എന്താ ഈ മരിച്ച് ജീർണിച്ച് പോയവരെ ജീവിപ്പിക്കാൻ പിന്നെ അള്ളാഹ്ക്ക് കഴിയുമെന്നാണ് അവരെ ചോദ്യം. അതിനുള്ള മറുപടി ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. എന്നിട്ട് അള്ളാഹു തആല ഇങ്ങനെ പറയുന്നുണ്ട്, വലഖദ് ഖലഖനൽ ഇൻസാന, മനുഷ്യനെ നാം സൃഷ്ടിച്ചത്, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനുഷ്യൻ്റെ നഫ്സിൻ്റെ മനസ്സിൻ്റെ മനനങ്ങൾ പോലും നാം അറിയുമാറാണ്. വനഹനു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യൻ്റെ ജീവനാടിയേക്കാൾ നാം മനുഷ്യനിലേക്ക് അടുത്തവനാണ്. ഇത് യതലക്കൽ മുത്തലക്കിയാനി അനിൽ യമീനി വ അനി ഷിമാലി ഖഈദ്, മനുഷ്യൻ്റെ ഇടത്തും വലത്തും രണ്ട് മലക്കുകളുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്ക് പോലും അവൻ ഉരിയാടുന്നില്ല റഖീബോ അതീദോ അത് രേഖപ്പെടുത്താതെ എന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. അന്ന് അള്ളാഹ്ക്ക് തന്നെ എല്ലാം അറിയാം, അള്ളാഹ്ക്ക് മനസ്സ് പോലും അറിയാം. ഈ റഖീബുൻ അതീദിനെ അറിഞ്ഞോളന്നില്ല. നാം ഉച്ചരിക്കുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും രേഖപ്പെടുത്തുന്നുണ്ട്. വജാഅത്ത് സക്രത്തുൽ മൗത്തി ബിൽ ഹഖ്, മരണവേദന ഈ സത്യങ്ങളുമായിട്ടാണ് വരിക. സക്കറാത്തോടു കൂടെ തന്നെ അതൊക്കെ എല്ലാവരും കാണാൻ തുടങ്ങും. അപ്പം എല്ലാവർക്കും ബോധ്യം വരും. ദാലിക മാ കുന്ത മിന്നു തഹീദ്, അതാണ് ഫിറൗനൊക്കെ സക്കറാത്തുൽ മൗത്തിൽ ഞാൻ മുഅ്മിനാണ് മുസ്ലിമാന്നൊക്കെ പറഞ്ഞത്. വനുഫിഖ ഫിസ്സൂർ, പിന്നെ കാഹളത്തിൽ ഊതപ്പെടും. ദാലിക യൗമുൽ വഈദ്, അതാണ് വാദ ചെയ്യപ്പെട്ട ദിനം. വജാഅത്ത് കുല്ലു നഫ്സിൻ, അന്ന് ഓരോ ആത്മാവും വരല്. സായിക്കും ഷഹീദ്, തുളിച്ചുണ്ടാകാനൊരു മലക്കുണ്ടാവും, റിക്കാർഡ് വഹിക്കാൻ വേറൊരു മലക്കുണ്ടാവും. രണ്ട് മലക്കുകൾ. ആരാണ് രണ്ട് മലക്കുകൾ? ഈ റക്കീബിന് എത്തിയതുമാണത്. ഇപ്പം നമുക്കൊക്കെ ഒരു റക്കീബ് എത്തിയതുണ്ടല്ലോ, ഒരു നമ്മൾ മരിച്ചവരോടെ ഉണ്ടാവും. ഡ്യൂട്ടി ഒന്നും അവസാനിക്കണില്ല, പല ഡ്യൂട്ടി അവസാനിക്കാൻ എപ്പോഴും കേട്ടോളി. അങ്ങനെ മലക്കുകൾ ഇങ്ങനെ നമ്മളെയും വഹിച്ചങ്ങനെ ചെല്ലുമ്പോൾ അള്ളാഹ് പറയും, ലഖദ് കുന്ത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, നീ ഇതിനെ തൊട്ടൊക്കെ അശ്രദ്ധയിലായിരുന്നു. ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നൊക്കെ. അതുകൊണ്ടാണ് മൂല്യർ ഇങ്ങനെ സിനിമനെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ ഇങ്ങനെ ചാടി കളിച്ച്. എനിക്കത് പറ്റില്ല. മറ്റുള്ള സമൂഹങ്ങൾക്കൊന്നുമല്ല പറ്റാത്തത്, ഈ ഖുർആൻ്റെ ആളുകൾക്കാണ് പറ്റാത്തത്. നിങ്ങൾ കേൾക്കണം. ലഖദ് കുന്ത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, നീ ഇതിനെ തൊട്ടൊക്കെ വലിയ അശ്രദ്ധയിലായിരുന്നു. ഫകശഫ്നാ അൻക ഗിത്വാഅക, ഇപ്പോൾ എല്ലാ തിരശ്ശീലകളും നിന്നെ തൊട്ട് നാം മാറ്റി. ഫബസറുക്കൽ യൗമ ഹദീദ്, ഇന്ന് നിൻ്റെ കണ്ണിന് നല്ല കാഴ്ച ഉണ്ട്. ഇപ്പം എനിക്ക് നല്ല പടച്ചോനെ കണ്ടു കേട്ടു ഒന്ന് മടക്കി തരുമോ എന്നാണ് അപ്പോൾ പറയാം. ഒന്ന് ദുനിയാവൊക്കെ ഒന്നുകൂടി എന്നെ മടക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന രംഗമുണ്ട്. അതൊക്കെ വേറെ ആയത്തിൽ പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ കണ്ണിന് നല്ല മൂർച്ചയുണ്ട്, ഇപ്പോൾ ഇത് കാണാൻ തുടങ്ങി. വക്കാല കരീനുഹു, അപ്പോൾ മലക്ക് പറയും, കരീനേ, ഓരോരുത്തരുടെ ഇപ്പോൾ ഒരു മലക്കും കരീന എന്ന കൂട്ടാളിന്നാണ്. ഇണ പിരിയാത്ത കൂട്ടുകാരനായിട്ടൊരു മലക്കുണ്ട്, ചെയ്ത്താനുണ്ട്. കരീനായ മലക്ക് പറയും, ഹാദാ മാ ലദയ്യ അത്തിയത്, എന്നെ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ആൾ ഇതാ പടച്ചവനെന്ന് പറഞ്ഞിട്ട് ആണ്ട് കൊടുക്കും. ഈ ആളുണ്ടല്ലോ, ഈ പരലോക നിഷേധിയായ ആളെ അങ്ങോട്ട് കൊടുക്കും അള്ളാൻ്റെ അടുത്ത്. അപ്പോൾ അള്ളാഹ് പറയും, അൽക്കിയ, നിങ്ങൾ രണ്ടാളും പോയി ഇട്ടാളി, വലിച്ചെറിഞ്ഞാളി ഇവനെ. രണ്ടാളുണ്ടല്ലോ, റക്കീബ് എത്തിയതില്ലേ. അൽക്കിയ, നിങ്ങൾ രണ്ടാളും ഇട്ടാളി ഫീ ജഹന്നമ, നരകത്തിലേക്ക്. കുല്ല കഫാരിൻ അനീദ്, കഫാർ നിഷേധി, അനീദ് മോട്ട് കാട്ടുന്നവനാണ്. മോട്ടൻ, കുറച്ചൊക്കെ തിരിഞ്ഞിട്ടും തിരിയാത്തമാർക്ക് ഇങ്ങനെ നിൽക്കുക. ഈ ഖിയാമത്ത് സംഗതി ഒന്നും ഇല്ലയെന്ന് തിരിഞ്ഞിട്ടൊന്നുമല്ല, അതിനുള്ള തെളിവൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഉണ്ടെന്നൊക്കെ മനസാക്ഷി പലപ്പോഴും പറയുന്നുണ്ട് കേട്ടോ. മനസാക്ഷിക്ക് എതിരെ നിൽക്കുക, അതിനാണ് അനീദ് അറിയാം. മന്നാ ഇല്ലിൽ ഖൈരി, എല്ലാ ഖൈറും തടയുമായിരുന്ന. മുഅ്തദിൻ, അതിരുവിട്ടവൻ. മുരീബ്, സംശയാലുവായ ആൾ. അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹിന്റെ കൂടെ മറ്റു ആരാധനയെ സ്ഥാപിച്ചവൻ. ഫഅൽഖിയാഹു ഫിൽ അദാബി ശദീദ്, അവനെ കഠിനമായ ശിക്ഷയിലേക്ക് വലിച്ചെറിഞ്ഞാളി എന്ന് പറയും. കാല കരീനുഹു, അപ്പോൾ ഈ മനുഷ്യൻ്റെ മറ്റേ കൂട്ടുകാരനുണ്ടല്ലോ ഒരു ഷെയ്ത്താൻ വന്നിട്ട് ഇങ്ങോട്ട് ചെയ്യാനും പറയും, മലക്ക് അങ്ങോട്ടും പറയും. സുബയം കൊടുക്കുമ്പോൾ മലക്ക് പറയും നീച്ച് പള്ളിക്ക് പോകാമെന്ന്. ഷെയ്ത്താൻ പറയും കുറച്ചുകൂടി കിടക്കുക, ഞായറാഴ്ചയൊക്കെ അല്ലേ, കുറച്ചുകൂടി കിടക്കുക. ഷെയ്ത്താൻ പറയും റബ്ബനാമാ തുകയ്ത്തു, പടച്ചോനെ ഞാൻ ഓനെ പയപ്പിച്ചതൊന്നുമല്ല. വലാക്കിൻ കാരണം ഫീ ദലാലിൻ ബഈദ്, അവൻ തന്നെ പയച്ചതാണ്. കാരണം ഞാൻ ഇപ്പോൾ ഓനോടിപ്പോൾ അങ്ങനെ പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. പള്ളിക്ക് ഇപ്പോൾ പോകണ്ടെന്നല്ല പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിനൊന്നും പോകണ്ട, സിനിമ കാണാൻ പോയിക്കോ എന്നിങ്ങനെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ട് പിടിച്ചുകൊണ്ടേണോ. പിടിച്ചിങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ തിരക്കാനൊക്കെ കണ്ടില്ല, തിരക്കൊക്കെ നമ്മൾ കണ്ടല്ലോ. നിങ്ങളിന്നലെ അതിനൊക്കെ സാക്ഷ്യം വഹിച്ചു. ഓരോരുത്തരും പോരും തന്നെയല്ലേ, അല്ല ചെയ്താൽ പിടിച്ചുകൊണ്ടിട്ടൊന്നുമില്ലല്ലോ പടച്ചോനെ. ഞങ്ങളിങ്ങനെ പോയിക്കോളി കണ്ടോളി എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കാലം അള്ളാഹ് മദ്യം പറയണില്ല, തഖ്തസിമുല്ല ദയ്യ, ഇവിടെ നിങ്ങളെ തർക്കമൊന്നും ഇഞ്ഞ് വേണ്ട. വകത് കദ്ദംതു ഇലൈക്കുമ്പിൽ വായത്, താക്കിയതൊക്കെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ തന്നിരുന്നു. ഇനി ഇവിടെ ഒരു തർക്കം നിങ്ങൾ തമ്മിൽ വേണ്ട. ആരും തമ്മിൽ, മനുഷ്യനും ശൈത്താനും തമ്മിൽ. ശൈത്താൻ പറയും ഞാൻ ഓനെ വ്യാപിച്ചിട്ടില്ല, മനുഷ്യൻ പറയും ഇവനാണ് എന്നെ വ്യാപിച്ചത് പടച്ചോനെ. അതും ശരിയാണ്, ശൈത്താനാണ് പ്രേരണ കൊടുത്തത്. യുവസ്ഫിസു ഫീ സുദൂരിന്നാസ്, മനസ്സിൽ ദുർബോധനം ചെയ്യുന്ന പണിയാണ് ആര് ചെയ്യുക, അല്ലാതെ പിടിച്ചുകൊണ്ട് പോകുന്നില്ല. യൗമനഖൂലു ജഹന്നം, നരകത്തോട് നാം പറയുന്ന ദിനത്തിലാണ് ഇതൊക്കെ. എന്ത് ഹലിൻ തലഹത്തി, നിനക്ക് തികഞ്ഞോന്ന്. നരകത്തോട് നാം ചോദിക്കും, നിനക്ക് നിറഞ്ഞോ, നിനക്ക് മതിയോ. ഒത്തക്കോലോ, അപ്പോൾ നരകം പറയും ഹൽമിൻ മസീദ്, എനിക്ക് ഇഞ്ഞും ഉണ്ടോ പടച്ചോനെ ആൾ, എനിക്ക് ഇഞ്ഞും ആളുമാണെന്ന്.
ഉസ്ലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീന ഗൈറ ബഈദ്. ഇതൊക്കെ മുത്തഖീങ്ങളല്ലാത്തവരെ നിലയാണ്. മുത്തഖീങ്ങളെ നില ഇഞ്ഞ് പറയുന്നതാണ് മുഅ്മിനീങ്ങളെ കേട്ടോളി. ഈ 6 ഗുണങ്ങളുള്ള ആളുകളുണ്ടല്ലോ, ഖുർആൻ വെളിച്ചമാകുന്ന മുത്തഖീങ്ങൾ, ആ മുത്തഖീങ്ങളെ അവസ്ഥ ഓലോട് ഇതൊന്നും ഓൽക്ക് ഈ അനുഭവം ഒന്നും ഉണ്ടാവില്ല, ഈ തർക്കം ഉണ്ടാവില്ല, ഈ കട്ടകാലൊന്നും ഓൽക്ക് ഉണ്ടാകുകയില്ല. ഓലോടല്ല പറയോ ഈ ജന്നത്തൊട്ട് അശ്രദ്ധനായിരുന്നു എന്ന്? ഓരോ ഉറപ്പിച്ച് വിശ്വസിച്ച് നടക്കുന്ന ആളുകളല്ലേന്ന്. ആ മുആയിസ് റളിയല്ലാഹുവിനോടൊക്കെ ഞാൻ അല്ലാഹു തആല എങ്ങനെ ചോദിക്കുമോ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഖിയാമത്ത് നാളിനെ പറ്റി, ഈ കുട്ടിനോടും ചോദിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. മുട്ടൈൻ്റെ എനിക്കൊക്കെ ഖിയാമത്ത് നാളിനെ പറ്റിച്ച് വലിയ ഗഫലത്തിലായിരുന്നു എന്ന് പറയാം. നിങ്ങളെ അഭിപ്രായത്തിൽ പറയോ? പറയില്ലല്ലോ, പറയാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ LP സ്കൂളിൻ്റെ പ്രായപൂർത്തിയൊക്കെ പറഞ്ഞപ്പോഴും 1000 റുപ്യ 2000 അയച്ചു കൊടുക്കാൻ പീടിയൊക്കെ അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കണ്. ഇത് നല്ല ഈ ഇഷ്കലൊക്കെ നിങ്ങളുടെ മുമ്പിൽ പബ്ലിക്കാക്കിയത് നല്ലതല്ലേ? പറ്റി നല്ലതല്ലേ? നല്ല പ്രചോദനമില്ലേ ഇതിലൊക്കെ? നമുക്ക് തന്നെ എൻ്റെ ഒരു മതബ് എങ്ങനെയാണ്, ഈ സ്വഹാബത്തിൻ്റെ ചരിത്രം തന്നെ പറയണ്ട, നമ്മളെ കൂട്ടത്തിലുള്ള പോലെ ചരിത്രം തന്നെ ഇന്നലെ കേട്ടതും മിഞ്ഞാന്ന് കേട്ടതൊക്കെ പറഞ്ഞത് തന്നെ അതിലൊക്കെ നമുക്ക് പാഠങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ പോലെ പറ്റി ഇഞ്ഞ് പറയണം എന്തെന്നറിയോ, ഉസ്ലിഫ് ഖിയാമെന്നുള്ള എല്ലാവർക്കും ഒരു അവസ്ഥയല്ല. അവിടെ 2 ചിത്രങ്ങളുണ്ട്. ഉസ്ലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീൻ, നല്ല കേട്ടോളി, കുറച്ചേ ഉള്ളൂ. മുത്തഖീങ്ങളിലേക്ക് നരകം സ്വർഗം അവിടെ അടുപ്പിക്കപ്പെടും. ഗൈറ ബഈദ്, മറ്റേ നേരെ അടുത്തേക്കാറും ആ നരകവും കട്ടക്കാലും നിൽക്കണതിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം, അകലല്ല. എന്നിട്ട് അല്ലാഹ് പറയാണ് ഹാദാ മാ തുഅദൂന, ഇതൊക്കെ നിങ്ങൾക്ക് വഅദ ചെയ്യപ്പെട്ടിരുന്ന സത്യമാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ ദുനിയാവിലൊക്കെ കുറച്ച് ദേഹേച്ഛകളൊക്കെ നിയന്ത്രിച്ച് സിനിമയിൽ അഭിനയിച്ചില്ല, കാണാൻ പോയില്ല, അള്ളാനെ പേടിച്ച് ജീവിച്ചില്ലേ, അതിനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പ്രതിഫലം പറഞ്ഞിരുന്നല്ലോ, ഒരു വഅദ ഉണ്ടായിരുന്നല്ലോ. അതാണ് ഇത്. ആർക്ക്? ലിക്കുല്ലി അവ്വാബ്, അള്ളാഹുലേക്ക് മടങ്ങുന്ന, ഹഫീൽ, അള്ളാനെ നല്ലോണം സൂക്ഷിക്കുന്ന, മൻ ഖശിയ റഹ്മാൻ ബിൽ ഗൈബ്, ഗൈബിൽ വെച്ച് അള്ളാനെ പേടിച്ച ആളുകൾ. റഹ്മാനായ റബ്ബിനെ കാണാതെ, ഗൈബ് കാണാതെ പേടിച്ചു. സിനിമ കാണാൻ പോയില്ല. സിനിമനെ പറ്റി അത് ഈമാനെതിരാണ്, അത് ഈമാൻ തകർക്കണ സംഗതി എന്ന് പറഞ്ഞ പേരിൽ പ്രതിഷേധം ഉണ്ടായില്ല. വജാ അബി കൽബിൻ മുനീബ്, മുനീബായ കൽബുമായിട്ട് വന്നു, അള്ളാഹിലേക്ക് മടക്കമുള്ള ഹൃദയവുമായിട്ടാണ് അവൻ വന്നത്. അങ്ങനത്തോട് പറയാണ് അരുളപ്പെടും ഉദ്ഖുലൂഹാ, കടന്നോളി സ്വർഗത്തേക്ക്. ഖിയാമത്തന്നെ ഓർക്ക് ഇതാണ് അവസ്ഥ. ഉദ്ഖുലൂഹാ ബിസലാം, സലാമോടുകൂടെ കടന്നോളി. ദാലിക യൗമുൽ ഖുലൂദ്, ഖുലൂദിൻ്റെ സുദിനമാണ്. ഖുലൂദ് വെച്ചാൽ നിത്യവാസം. ഇനി ആ സ്വർഗം ശാശ്വതമാണ്. ഒരു പുരുഷായുസല്ല, ഒരു കോടി കൊല്ലല്ല, കോടിയല്ല, അനന്തമായ കാലം നിങ്ങൾ സ്വർഗത്തിലാണ്. ലഹും, ആ സ്വർഗാവകാശികൾക്കുണ്ടാകും യശഊന ഫിഹാ, ആശിച്ചതൊക്കെ. വലദൈന മസീദ്, നമ്മുടെ വക പിന്നെ ഏറ്റിക്കൊടുക്കൽ വേറെ ഉണ്ടാവും. ആശിച്ചതൊക്കെ എനിക്കെന്താ വേണ്ടതൊക്കെ കൊതിച്ചോ എന്ന് പറയും സ്വർഗത്തിൽ നിന്ന്. അങ്ങനെ വേണ്ടതൊക്കെ കൊതിച്ച് ഞാനൊന്നും കൊതിക്കാനല്ല, കഴിഞ്ഞു, ഓൻ്റെ ചിത്രത്തിലൊന്നുമില്ല. അപ്പോൾ അള്ളാഹ് ചോദിക്കും എനിക്ക് ഇന്നത് വേണ്ടേ, അത് വേണം പടച്ചവനെ. ഇതാണ് സ്വർഗം, ഇവിടെ ഉണ്ടോ? അതിനാണത്. അതിന് കുറച്ച് പണിയൊക്കെ എടുക്കണ്ടേ? ഇവിടെ ഇങ്ങനെ വായും ചെയ്യുമ്പോയിട്ടും നടക്കണം, എല്ലാ വിനോദങ്ങളും ദേഹേച്ഛകളായിട്ടും നടക്കണം, പിന്നെ അവിടെ അതും കൂടി വേണമെന്നാൽ നടക്കുമോ? ഇവിടെ കുറേ കൊതികളും പൂതികളും മാറ്റി വെക്കുമ്പോഴാണ് അവിടെ അത് ഉണ്ടാകുക. ഏതാണ് ബുദ്ധി? നിങ്ങൾ പറഞ്ഞോളൂ. ഇപ്പം ഇന്നത്തെ ദുരന്തം കണ്ടില്ലേ? ഇതാണ് ദുനിയാവ്. ഈ ദുനിയാവിൽ എല്ലാ പൂതി എന്തായാലും പൂവണിയില്ല. ആരും ആ പൂതി കരുതണ്ട. ഒരു ചെറുപ്പക്കാരനെ പെണ്ണിട്ടാനത്തോനെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഓനെ പറ്റി നല്ലൊരു പെണ്ണിനെ കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. ലൈലത്തുൽ ഖദറും തേടി അവസാന പത്തിൽ ഇത്തിഖാഫിനും ഹയാത്തിനും വരുമ്പോഴും ചോദിക്കണത് ഞാനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്, ഓളെ കിട്ടാൻ വേണ്ടി ഇത് വരുന്നവിടെ ആ രാത്രി അതിനാ തീർക്കാൻ പറയണേ. ഓരോ ഉദ്ദേശം എന്താണ്? ഇത്തിഖാഫിന് വന്നതാണ്. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് ഞാനീ പറയണേ. അനുഭവം പറയാണ്. പെണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനൊരു പെരണ്ടാണെന്നേ കയറും. പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വപ്നങ്ങൾ പിന്നെ അങ്ങോട്ട് ആ വൃത്തം വികസിച്ച് പോവുകയാണ്. പിന്നെ ആ കുട്ടികൾക്കൊക്കെ പെര വേണം, ജോലി വേണം, പിന്നെ പേരക്കുട്ടികളായി എല്ലാം പാടെ പോകണിഞ്ഞിട്ട് ഇവിടെ ചിലരൊക്കെ ഉസ്താദ് ഇഞ്ഞ് ആക്കിയപ്പോൾ നല്ല ഈമം കിട്ടി മരിച്ചാൽ മതി എന്നൊക്കെ പറയലുണ്ട്. ഓർക്കെല്ലാം പോകണിഞ്ഞിട്ട് ഓർക്ക് മനസ്സിലായി നടക്കില്ല. ഇവിടെ എന്തായാലും ഈ ദുനിയാവിലെല്ലാം പാടെ കഴിഞ്ഞിട്ട് മരിക്കാൻ കൂടുതല എന്ന് ബോധ്യമായ ആളുകളാണ് ആ പറയണത്. അല്ല പുതിയ കഴിഞ്ഞ ആളുകളാണ്. ഒരു പേരക്കുട്ടിൻ്റെ ഇക്കാനാണ് കാര്യം പറയുന്നത്, നിശ്ചയത്തിനാണ് എന്നോട് ഈ പറയണത്. ഏത് ഉസ്താദേ നമുക്ക് ഇങ്ങനെ ഈമം കിട്ടി മരിച്ചാൽ മതി. ആ കല്യാണത്തിനോടും കൂടെ മൂപ്പർക്ക് നിർബന്ധമൊന്നുമില്ല. കാരണം മൂപ്പർക്ക് അറിയാം ഇവിടെ എല്ലാ പൂതിനും കഴിഞ്ഞിട്ട് ഇവിടെ അത് നല്ല ബോധ്യം ഒരു 10-20 വയസ്സാകുമ്പോഴത്തേന് ഇല്ലേ? അങ്ങനെയുള്ള പുസ്തകം അങ്ങനെയാണ്. ഇപ്പം ആ ദുരന്തത്തിൽപ്പെട്ട മോമിനിങ്ങൾക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ അവരവരൊക്കെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവ് എന്താണ്, മരണം എന്താണെന്നുള്ള മനസ്സിലാക്കി. നേരം വെളുത്തല്ല വൈകുന്നേരമാകുമെന്ന് കരുതണ്ട, വൈകുന്നേരമായ നേരം വെളുക്കൊന്നും കരുതണ്ട. ഇതൊന്നും ആരെ കൊണ്ട് തടുക്കാൻ കഴിയൂല.
എന്നാൽ അതൊന്നും ഒരു പ്രശ്നമില്ല മോമിനിങ്ങൾ. കൈലാറ് ഹൈറല്ലേ ആ മരണത്തോടു കൂടെ കിട്ടാൻ പോകുന്നത്. അതിന് ഒരുങ്ങി നിൽക്കണം, എപ്പോഴും റെഡി നിൽക്കണം. ഈ പറഞ്ഞതൊക്കെ ആ മരണത്തോടു കൂടെ കാണും. അതിന് അള്ളാഹ് അനുവദിച്ച ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വരികയാണ്, ഓലിയത്ത് അറുത്തിട്ട് സന്തോഷിക്കണം. വെറുതെ ഉള്ളൊരു ആഘോഷമൊന്നും അങ്ങനെയൊന്നുമില്ല. അറഫുണ്ട്, നോമ്പുണ്ട്. ഹാജിമാർക്ക് മാത്രമല്ല, നമുക്കൊക്കെ നരകത്തൊട്ട് ഇത്തക്കിനുള്ള ചാൻസുകളും സംഗതികളും ഇബ്രാഹിം നബിൻ്റെ വലിയ സുന്നത്തൊക്കെ നമുക്കുണ്ട്. അതൊക്കെ ചെയ്തിട്ട് അതിൽ സന്തോഷിക്കുക. പിന്നെ മോമിനിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ആദർശമാണ്, ത്വായത്താണ്. അവരുടെ ദേഹച്ച് തന്നെ നിസ്കാരവും ഖുറാനവുമായിട്ട് വരുന്ന ഇതൊക്കെ നമ്മളെപ്പോഴും പറയണല്ലേ. ഇവിടെ പറഞ്ഞില്ലേ കുട്ടികൾ, നിങ്ങളൊക്കെ മാർക്കുള്ള ചെറുക്കന്മാർ വന്നിട്ട് എന്നോട് പറഞ്ഞില്ലേ, ഇപ്പം സിനിമകളിൽ രസമല്ല, ഇപ്പം മ്യൂസിക് ആസ്വദിക്കണം, ഇപ്പം രസമല്ല, അല്ലാതെ അതാണ് രസങ്ങൾ. ആ വിനോദം ഉൾക്കൊള്ളാൻ കഴിയും. എൻ്റർടൈൻമെൻറ്റുകൾ എന്താ പറയല്, അതിനാണിപ്പോൾ ഭയങ്കര. അതൊക്കെ ഈ ഈമാൻ്റെ കമ്മ്യൂണാണൊക്കെ വരുന്നത്. ഇങ്ങോട്ട് ഇവരൊക്കെ പോകണമെങ്കിൽ മലയ്ക്കും കാട്ടുക്കൊക്കെ ആണല്ലോ. എന്നാളൊരു കുട്ടി ഒരു കാട്ട് പോണിട്ടപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞാഴ്ചയാണ് ഇപ്പോൾ ഒരു കുട്ടീനെ കാണാനാവും. ഇങ്ങനെ എന്താ ഇപ്പോൾ ഇവരൊക്കെ ഈ കാട്ടുക്കൊക്കെയാണ് പോകുന്നത്. ഇപ്പം എൻ്റെ മകൾ ഒരു ടൂറ് പറഞ്ഞു. അപ്പം എൻ്റെ മറ്റേ സൂചകമായിട്ട് ഇറങ്ങി. അവൻ പറഞ്ഞു എന്തായാലും പോകാൻ പറ്റില്ല, ഞാൻ വന്നിട്ട് കൊണ്ടുപോയിക്കൊണ്ട് പറഞ്ഞു. പോകാൻ പറഞ്ഞ പ്രശ്നം അതാണ്. ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ കാട്ടുക്കൊക്കെ പോവുക. ഇവളെവിടെയെങ്കിലും നിൽക്കും, മറ്റവരൊക്കെ കൂട്ടം തെറ്റി പോവും. മോൻ പറഞ്ഞാണ് ടീച്ചർമാരുണ്ട്, മാഷന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്, പോകണം എന്നാണ് അവളെ പിടിച്ച് വെച്ചോം. ഞാൻ വന്നിട്ട് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടെന്ന് മോൻ പറഞ്ഞു. അപ്പോൾ ഓൻ പറഞ്ഞ കാരണം അതാണ്. ഏത് ടീച്ചർമാരും മാഷന്മാരുണ്ടെങ്കിൽ കാര്യമില്ല, ഇങ്ങനെ ഓരോ മലയിൽ കൂടിയും കാട്ടുകൂടിയും പോവും, അതിലിവിടെ ഒറ്റപ്പെടും. അങ്ങനെയൊക്കെയുള്ള ചാൻസുകൾ അതിലുണ്ട്. അതെല്ലാം ഇപ്പോൾ ഈ കണ്ട് ഇപ്പോൾ ഒരു പെണ്ണ് ഏതൊരു മലയിൽ ബാംഗ്ലൂരിൽ നിന്ന് സംഭവിച്ചതല്ലേ അല്ലേ. ഞാൻ അങ്ങനെ ഇതിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മിന്നാട്ടം കാണുന്നതാണ് ഇതൊക്കെ. നിങ്ങൾക്ക് ഇന്നേലാറ് അതിൽ തേക്കിക്കുണ്ടോ മാണെങ്കിൽ മനസ്സിലാക്കിക്കോളി. മുമ്മിനിങ്ങൾക്കുള്ള അങ്ങനെ 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 അതിൻ്റെ ഒന്നും ഊട്ടിക്ക് തന്നെ പോകണമെന്നൊന്നുമില്ല. ജയേഷാ ഊട്ടി തന്നെ പോയിക്കൊള്ളു. ഊട്ടി പോയപ്പോൾ എന്താ കാര്യം, ഒരു തണുപ്പ് ആസ്വദിക്കാറുണ്ട് രാവിലെ എന്നോട്. ഞാൻ പറഞ്ഞു എ സിട്ടാ പോരെ അവിടെ, എന്തിനാണ് അതിന് ഊട്ടിക്ക് പോകണത്. ഞാൻ ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചതാണ്. ആ ആളുകളൊക്കെ ഇവിടെ ഇരിക്കേണ്ടത് തരും മാഷേ, എന്താ ഊട്ടി പോയിട്ട് കാര്യം എന്ന് ചോദിച്ചു. പോയിക്കോളിട്ടോ, ഞാൻ അതിനല്ല പറയണത്. പോകുമ്പോൾ അതിൻ്റെ ചിട്ടകളൊക്കെ പാലിക്കണം, അതൊക്കെ ആസ്വദിക്കാം. ഇൻഷാ അല്ലാ എൻ്റെ ടൈം കഴിഞ്ഞുകൊണ്ട് നമ്മൾ തുടരും എന്നോട് നിർത്തുക ആ ചർച്ച. നമുക്ക് ഇൻഷാ അല്ലാ ഈ വിഷയം എവിടെ എത്തിയിട്ടില്ല. നമ്മൾ നിർത്തുക കേട്ടോ. ചെറിയൊരു ദുആ ചെയ്ത് പിരിയാണ് ഇൻഷാ അല്ലാ.